Good morning all. Good morning, ma'am. Good morning. Good morning, ma'am. കഴിഞ്ഞ ദിവസം നമ്മൾ ക്ലാസ്സില് the most common types of HAIs വരെ പറഞ്ഞു അല്ലെ. കോമൺ ആയിട്ട് കാണുന്ന ഹോസ്പിറ്റൽ അക്വയർഡ് ഇൻഫെക്ഷൻസ് ഏതൊക്കെയാണെന്ന് അല്ലേ. ഓക്കെ, ഇനി ബാക്കി എടുക്കാം നമുക്ക്. എന്താണ് ഹോസ്പിറ്റൽ അക്വയർഡ് ഇൻഫെക്ഷൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഹോസ്പിറ്റലിൽ നിന്ന് അല്ലെങ്കിൽ ഹെൽത്ത് കെയർ അസോസിയേറ്റഡ് ആയിട്ട് അല്ലെ ഏതെങ്കിലും ക്ലിനിക്കുകളിൽ നിന്നോ നഴ്സിംഗ് ഹോമുകളിൽ നിന്നോ അല്ലെങ്കിൽ എന്താണ് ഡയാലിസിസ് സെന്ററുകളിൽ നിന്നോ അല്ലെങ്കിൽ ലാബുകളിൽ നിന്നോ നമുക്ക് ലഭിക്കുന്ന അല്ലെ എന്താണ് നമുക്ക് ലഭിക്കുന്ന നമ്മൾ ആർജിച്ചെടുക്കുന്ന അസുഖത്തെയാണ് ഇൻഫെക്ഷൻസിനെയാണ് ഹോസ്പിറ്റൽ അക്വയർഡ് ഇൻഫെക്ഷൻ എന്ന് പറയുന്നത്. ഇത് എങ്ങനെയൊക്കെയാണ് നമുക്ക് വരുന്നത്? കണ്ടാമിനേറ്റഡ് ആയിട്ടുള്ള എക്യുപ്മെന്റ്സ്, അതല്ലെങ്കിൽ എന്താണ് ലിനൻസ് എന്താണ് ബെഡ്ഷീറ്റുകൾ, അല്ലെങ്കിൽ എന്താണ് ബ്ലഡ് കൊണ്ടോ അതല്ലെങ്കിൽ എന്തെങ്കിലും ഫ്ലൂയിഡ് കൊണ്ട് കണ്ടാമിനേറ്റഡ് ആയ ഫ്ലൂയിഡ് കൊണ്ട് മലിനമാക്കപ്പെട്ട എന്തെങ്കിലും ഒബ്ജക്റ്റീവ്സിൽ നിന്ന്, പിന്നെ എന്താണ് ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള പേഴ്സണിൽ നിന്ന് നേരിട്ടില്ലേ നമുക്ക് എന്താണ് എന്തെങ്കിലും ഇൻഫെക്ഷൻസ് വന്നെങ്കിലും അസുഖങ്ങൾ ഉള്ള പേഷ്യൻസിൽ നിന്ന് നമുക്ക് നേരിട്ട് ലഭിക്കാം. പിന്നെ എന്താണ് എയറിൽ നിന്നല്ലേ വായുവിൽ കൂടിയൊക്കെ ഇൻഫെക്ഷൻസ് നമുക്ക് പകരാൻ സാധ്യതയുണ്ട്. എന്താണ് ചില കേസുകളിൽ നമുക്ക് പറയാൻ പറ്റൂലേ ഇൻഫെക്ഷൻസ് എവിടെ നിന്നാണ് നമുക്ക് ലഭിച്ചതെന്ന് പറയാൻ സാധിക്കുകയില്ല. പിന്നെ എന്താണ് നമ്മുടെ ശരീരത്തിലെ ഇൻഫെക്ഷൻസ് ബാധിച്ചിട്ടുണ്ടെങ്കിലും ചിലപ്പോ എന്താണ് നമ്മൾ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആക്കിയതിന് ശേഷമായിരിക്കും ആ ഇൻഫെക്ഷൻസിന്റെ സിംറ്റംസ് അടയാളങ്ങൾ കാണിക്കുള്ളൂ. അപ്പൊ എന്താണ് എന്നാലും നമ്മൾ അതിന് എന്താ പറയുന്നത്? ഹോസ്പിറ്റൽ അക്വയർഡ് ഇൻഫെക്ഷൻസ് തന്നെയായിരിക്കും അല്ലെ. ഹോസ്പിറ്റലിൽ നിന്ന് ലഭിച്ച ഇൻഫെക്ഷൻസ് തന്നെയാണ് അണുബാധ തന്നെയായിരിക്കും നമ്മൾ അതിനെ പറയുന്നത്. പിന്നെ ഇൻഫെക്ഷൻസ് നമുക്ക് എപ്പോഴൊക്കെയാണ് ആ ഇൻഫെക്ഷൻസ് നമ്മുടെ ശരീരത്തിലെ കടന്നിട്ട് അതിനുള്ള സിംറ്റംസ് അടയാളങ്ങൾ കാണിക്കുന്നത് എപ്പോഴാണ്? ഒന്നില്ലെങ്കിൽ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആക്കി 2 ദിവസം ആവുമ്പോഴേക്കും അല്ലെ 48 മണിക്കൂർ ആവുമ്പോഴേക്കും നമുക്ക് എന്താണ് ഹോസ്പിറ്റൽ അക്വയർഡ് ഇൻഫെക്ഷൻസിന്റെ സിംറ്റംസ് കാണിക്കും. അതല്ലെങ്കിൽ എന്താണ് നമ്മളെ ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്ത് വീട്ടിൽ ചെന്ന് 3 ദിവസത്തെ ആവുമ്പോഴേക്കും ഇങ്ങനെയുള്ള ഇൻഫെക്ഷൻസിന്റെ എന്താണ് സിംറ്റംസ് കാണിക്കുന്നതായിരിക്കും. പിന്നെ അതല്ലാതെ നമ്മളെ ഹോസ്പിറ്റലിൽ ഏത് അസുഖത്തിനാണോ അഡ്മിറ്റ് ആക്കിയത് അത് കൂടാതെ എന്താണ് പുതിയ സിംറ്റംസ് ന്യൂ സിംറ്റംസ് കാണിക്കുന്നതാണ് ഹോസ്പിറ്റൽ അക്വയർഡ് ഇൻഫെക്ഷൻസിന്റെ സിംറ്റം. എന്താണ് വോമിറ്റിങ്, ഫീവർ, കഫ്, അങ്ങനെയുള്ള ഹോസ്പിറ്റൽ അക്വയർഡ് ഇൻഫെക്ഷൻസിന്റെ സിംറ്റംസ് കാണിക്കുന്നത്. ഇതൊക്കെയാണ് HIS എന്ന് പറഞ്ഞാൽ ഹോസ്പിറ്റൽ ഇൻഫർമേഷൻ സിസ്റ്റം. കഴിഞ്ഞ ദിവസം പറഞ്ഞിട്ടുണ്ടല്ലോ ഇത് ഏതൊരു ചാപ്റ്ററുമായി ബന്ധപ്പെട്ടാണ് സർ. പിന്നെ ഏതൊക്കെ ടൈപ്പ് കോമൺ ആയിട്ട് കാണുന്ന ഹോസ്പിറ്റൽ അക്വയർഡ് ഇൻഫെക്ഷൻസ് ഏതൊക്കെയാണ്? യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻസ്, എന്താണ് മൂത്രനാളിയിൽ ഉണ്ടാകുന്ന ഇൻഫെക്ഷൻസ്, യൂറിനറി ഇൻഫെക്ഷൻസ് പറയില്ല. അതെന്തുകൊണ്ടാണ് വരുന്നത്? നമ്മുടെ ഹോസ്പിറ്റലിലെ ടോയ്ലറ്റില് ഒരാളല്ല ഉപയോഗിക്കുന്നതാണ് ഒരുപാട് ആളുകൾ അല്ലെ ഹോസ്പിറ്റലിൽ വരുന്ന ആളുകൾ മൊത്തം എന്താണ് ആ യൂറിൻ ടോയ്ലറ്റ്
യൂസ് ചെയ്യും. അപ്പൊ എന്താണ് യൂറിനൽ ഇൻഫെക്ഷൻസ് വരാൻ സാധ്യതയുണ്ട്. പിന്നെ സർജിക്കൽ സൈറ്റ് ഇൻഫെക്ഷൻസ് എന്താണ് സർജറി കഴിഞ്ഞ ഭാഗത്തില് ഏതെങ്കിലും ഒരു ഭാഗത്ത് ഇപ്പൊ അബ്ഡോമിനലിനോ അല്ലെങ്കിൽ കാലിനോ അല്ലെങ്കിൽ എവിടെയാണോ സർജറി കഴിഞ്ഞത് ആ ഭാഗത്ത് എന്തെങ്കിലും പഴുപ്പോ അല്ലെങ്കിൽ എന്താണ് സ്റ്റിച്ച് പഴുക്കുക അതല്ലെങ്കിൽ എന്താണ് ബ്ലഡ് വരിക അങ്ങനെയുള്ള ഇൻഫെക്ഷൻസ് വരുന്നത്. ഗ്യാസ്ട്രോഎന്ററിറ്റിസ് എന്താണ് അബ്ഡോമിനലിന് എന്തെങ്കിലും ബുദ്ധിമുട്ട് വരുന്നത് അല്ലെ. പിന്നെ മെനിഞ്ചൈറ്റിസ് എന്ന് പറഞ്ഞാല് മെനിഞ്ചസിന് നമ്മുടെ ബ്രെയിനോ. HA എന്ന് പറഞ്ഞാല് ഹോസ്പിറ്റൽ അക്വയേർഡ് ഇൻഫെക്ഷൻസ് നമ്മുടെ എന്താണ് തലച്ചോറിനേക്ക് കവർ ചെയ്തിരിക്കുന്ന ഒരു ആവരണമാണ് മെനിഞ്ചസ്. ഈ മെനിഞ്ചസിന് എന്തെങ്കിലും ഇൻഫെക്ഷൻ വരുന്നതാണ് മെനിഞ്ചൈറ്റിസ്. പിന്നെ നിമോണിയ എന്ന് പറഞ്ഞാൽ എന്താണ് നമ്മുടെ ലിവറിന് ഇൻഫെക്ഷൻ ഏൽക്കുന്നതാണ്. പനിയൊക്കെ വന്നുങ്ങാണ്ട് അല്ലെങ്കിൽ കഫക്കെട്ടൊക്കെ കൂടി നമ്മുടെ ലിവറിന് ഇൻഫെക്ഷൻസ് വരുന്നതാണ് നിമോണിയ. ഇത്രയാണ് മിസ് കഴിഞ്ഞ ദിവസം എടുത്തത് അല്ലേ? ആണോ? ഓക്കെ, ഡൗട്ട്സ് ഒന്നും ഇല്ലല്ലോ. ഇനി മിസ് കണ്ടിന്യൂ ചെയ്തോട്ടെ, ക്ലാസ് എടുത്തോട്ടെ. സോറി, ലങ്സിനാണ് മാറിപ്പോയി മിസ് പറഞ്ഞപ്പോ. ലങ്സിന് ഇൻഫെക്ഷൻസ് വരുന്നതാണ്. ഇവ എന്താണ് കഫക്കെട്ട് കൂടുക അല്ലെ, അതല്ലെങ്കിൽ എന്താണ് ഫീവർ കൂടുക. അപ്പൊ എന്താണ് ലങ്സിന് എന്തെങ്കിലും ഇൻഫെക്ഷൻസ് വരാൻ സാധ്യതയുണ്ട്. അതിനെ പറയുന്നതാണ് നിമോണിയ. നെക്സ്റ്റ്, സിംറ്റംസ് ഫോർ ദീസ് ഇൻഫെക്ഷൻസ് മേ കൺസിസ്റ്റ് ഓഫ്. എന്തൊക്കെ സിംറ്റംസ് ആണ് HAIക്ക് ഹോസ്പിറ്റൽ അക്വയേർഡ് ഇൻഫെക്ഷൻസിന് എന്തൊക്കെ സിംറ്റംസ് ആണ് കാണിക്കുന്നത്? ഫസ്റ്റ് എന്താണ് ഡിസ്ചാർജ് ഫ്രം എ വൂണ്ട്. എന്താണ് മുറിവിൽ നിന്നുള്ള ഡിസ്ചാർജ്. എന്തായിരിക്കും മുറിവിൽ നിന്നുള്ള ഡിസ്ചാർജ് എന്ന് പറഞ്ഞാല് മുറിവ് വന്ന ഭാഗത്ത് പഴുക്കുക അതല്ലെങ്കിൽ എന്താണ് ചെലം വരിക, അതൊക്കെയാണ് ഡിസ്ചാർജ് ഫ്രം എ വൂണ്ട്. എന്താണ് ആ ഭാഗത്ത് അല്ലെ സർജറി പസ് അങ്ങനെയുള്ള കാര്യങ്ങൾ എന്താണ് വരുന്നതാണ് ഡിസ്ചാർജ് ഫ്രം എ വൂണ്ട്. എന്താണ് നമുക്ക് പറഞ്ഞില്ലേ സർജിക്കൽ സൈറ്റ് ഇൻഫെക്ഷൻസ് എന്ന്. എന്താണ് സർജറി കഴിഞ്ഞ ഭാഗത്ത് ഇൻഫെക്ഷൻ വരിക. അപ്പൊ എന്താണ് അവിടെ നിന്ന് പഴുപ്പ് പസ് ഒക്കെ വരാൻ സാധ്യതയുണ്ടല്ലേ. അപ്പൊ അതാണ് ഡിസ്ചാർജ് ഫ്രം എ വൂണ്ട്. നെക്സ്റ്റ് ഫീവർ വരാല്ലേ, പനി വരാൻ സാധ്യതയുണ്ട്. ഇൻഫെക്ഷൻസ് നമ്മുടെ ശരീരത്തിലെ ഇൻഫെക്ഷൻസ് ബാധിയായിട്ട് ഹോസ്പിറ്റലിന് ഇൻഫെക്ഷൻസ് കഴിഞ്ഞാൽ എന്താണ് നമുക്ക് പനി വരാം. നെക്സ്റ്റ് കഫ് ഫീലിംഗ് ഓഫ് സഫോക്കേറ്റിംഗ്. എന്താണ് കഫ് വരാം, ചുമ വരാം. പിന്നെ എന്താണ് ഫീലിംഗ് ഓഫ് സഫോക്കേറ്റിംഗ് എന്ന് വെച്ചാല് ശ്വാസം മുട്ടൽ തോന്നുക, ശ്വാസം എടുക്കാനായിട്ട് ബുദ്ധിമുട്ട് വരിക, ശ്വാസം കിട്ടായിക. അപ്പൊ ഫീലിംഗ് ഓഫ് സഫോക്കേഷൻ എന്ന് പറഞ്ഞാല് ശ്വാസം മുട്ടല്. നെക്സ്റ്റ് ബേണിംഗ് വിത്ത് യൂറിനേഷൻ ഓർ ഡിഫിക്കൽറ്റി ഇൻ യൂറിനേഷൻ. എന്താണ് നമ്മ യൂറിനൽ ഇൻഫെക്ഷൻസ് എന്ന് പറയുന്നത് എന്താണ് യൂറിൻ പാസ് ചെയ്യുമ്പോൾ നമുക്ക് എന്താണ് പൊള്ളല് വേദനയൊക്കെ വരില്ലേ, അതാണ് യൂറിന് ബേണിംഗ് വിത്ത് യൂറിനേഷൻ ഓർ ഡിഫിക്കൽറ്റി ഇൻ യൂറിനേഷൻ. യൂറിൻ പാസ് ചെയ്യാൻ നമുക്ക് എന്താണ് പൊള്ളല് അതല്ലെങ്കിൽ യൂറിൻ പാസ് ചെയ്യാനുള്ള ബുദ്ധിമുട്ട് അല്ലെങ്കിൽ എന്താണ് വയറുവേദനയൊക്കെ വരുന്നതാണ് ബേണിംഗ് വിത്ത് യൂറിനേഷൻ ഓർ ഡിഫിക്കൽറ്റി ഇൻ യൂറിനേഷൻ. നെക്സ്റ്റ് ഹെഡേക്ക്, തലവേദന വരിക. നെക്സ്റ്റ് നോസിയ, വോമിറ്റിംഗ്, ഡയേറിയ. നോസിയ എന്ന് പറഞ്ഞാല് ഓക്കാനം, നമുക്ക് എന്താണ് ഛർദിക്കാൻ വരുന്നത് അതുപോലെ ഇങ്ങനെ തോന്നുക, ഓക്കാനിക്കാൻ തോന്നുക. വോമിറ്റിംഗ് ഛർദിക്കുക. ഡയേറിയ എന്താണ് വയറിളക്കം, ലൂസ് മോഷൻ വരുന്നതാണ് ഡയേറിയ. എന്തൊക്കെയാണ് HAIയുടെ സിംറ്റംസ് എന്തൊക്കെയാണ്? അടയാളങ്ങൾ എന്താണ് ഡിസ്ചാർജ് ഫ്രം എ വൂണ്ട്. എന്താണ് മുറിവിൽ നിന്ന്, എന്താണ് മുറിവ് ആയ ഭാഗത്ത് നിന്ന് പസ് അല്ലെങ്കിൽ എന്താണ് പഴുപ്പ് ചെലം അങ്ങനെയുള്ളതൊക്കെ വരുന്നതാണ് ഡിസ്ചാർജ് ഫ്രം എ വൂണ്ട്. പിന്നെ എന്താണ് പനി വരിക, പിന്നെ എന്താണ് ചുമ, പിന്നെ എന്താണ് ശ്വാസം മുട്ടല്. പിന്നെ നെക്സ്റ്റ് എന്താണ് യൂറിൻ പാസ് ചെയ്യുമ്പോൾ നമുക്ക് എന്താണ് പൊള്ളല് അല്ലെങ്കിൽ യൂറിൻ പാസ് ചെയ്യാനുള്ള ബുദ്ധിമുട്ട്, വയറുവേദനയൊക്കെ. യൂറിൻ പാസ് ചെയ്യുമ്പോൾ നമുക്ക് എന്താണ് വയറുവേദനയൊക്കെ വരിക. പിന്നെ നെക്സ്റ്റ് ഹെഡേക്ക്, തലവേദന വരിക. നെക്സ്റ്റ് ഓക്കാനം, ഛർദിക്കാനുള്ള ടെൻഡൻസി വരിക. പിന്നെ വോമിറ്റിംഗ് ഛർദിക്കുക. പിന്നെന്താണ് ലൂസ് മോഷൻ. ക്ലിയർ ആയോ? സിംറ്റംസ് എന്തൊക്കെയാണെന്ന് നമുക്ക് ജസ്റ്റ് എന്താണ് സിംറ്റംസ് അല്ലാത്തത്, HAIയുടെ സിംറ്റംസ് അല്ലാത്തത് എഴുതാൻ പറഞ്ഞും കണ്ടൊക്കെ വരാം. അതൊക്കെയാണ് അതിന് വരുന്ന ക്വസ്റ്റ്യൻ. നെക്സ്റ്റ് എടുത്തോട്ടെ മിസ്. പീപ്പിൾ
who experience new symptoms in the course their stay may also experience pain and irritation at the infection site. Many will experience noticeable symptoms. എന്താണ് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആക്കിയ അസുഖം കൂടാതെ അവർക്ക് എന്താണ് പുതിയ എക്സ്പീരിയൻസ് ന്യൂ സിംറ്റംസ് എന്താണ് പുതുതായിട്ട് എന്തെങ്കിലും സിംറ്റംസ് അടയാളങ്ങൾ കാണിക്കുക. എന്താണ് ഈ ഹോസ്പിറ്റൽ അക്വയർഡ് ഇൻഫെക്ഷൻസ് അവരെ ബാധിച്ചു എന്നുള്ളതിന്റെ എന്തെങ്കിലും സിംറ്റം. ഇപ്പൊ നമ്മൾ പറഞ്ഞില്ലേ സിംറ്റംസ് എന്തൊക്കെ പറഞ്ഞു, ഹെഡ് ഏക്ക് പറഞ്ഞു അല്ലെ, എന്താണ് യൂറിൻ പാസ് ചെയ്യുമ്പോഴുള്ള ബുദ്ധിമുട്ട്, വോമിറ്റിങ്, ഡയറിയ, അങ്ങനെയുള്ള ന്യൂ സിംറ്റംസ് അവർക്ക് കാണിക്കുക. എന്തെങ്കിലും പെയിൻ ഉള്ളതായിട്ട് തോന്നുക, അല്ലെങ്കിൽ എന്തെങ്കിലും ഇറിറ്റേഷൻ, എന്താണെങ്കിലും പ്രകോപനം, എന്തെങ്കിലും ബുദ്ധിമുട്ടായി തോന്നുക, അതല്ലെങ്കിൽ എന്താണ് മെനി വിൽ എക്സ്പീരിയൻസ് നോട്ടീസബിൾ സിംറ്റംസ്, എന്താണ് പ്രകടമായ, അതല്ലെങ്കിൽ അവർക്ക് എന്താണ് പ്രകടമായ, എന്താണ് നമുക്ക് മനസ്സിലാകുന്ന ഹോസ്പിറ്റൽ അക്വയർഡ് ഇൻഫെക്ഷൻ അവർക്ക് ബാധിച്ചിട്ടുണ്ട്, ആ പേഷ്യന്റിനെ ബാധിച്ചിട്ടുണ്ടെന്ന് കാണിക്കുന്ന പ്രകടമായ ലക്ഷണങ്ങൾ എന്താണ് ആ പേഷ്യന്റ് കാണിക്കുക. എന്തൊക്കെയാണ്? പേഷ്യൻസിനെ അവരെ അഡ്മിറ്റ് ആക്കിയിരിക്കുന്ന അസുഖം കൂടാതെ എന്താണ് പുതുതായിട്ടുള്ള എന്തെങ്കിലും സിംറ്റംസ് അല്ലെങ്കിൽ വേദനകൾ, അതല്ലെങ്കിൽ എന്താണ് എന്തെങ്കിലും ഇറിറ്റേഷൻസ് അവര് കാണിക്കുക. അതല്ലെങ്കിൽ എന്താണ് നമുക്ക് മനസ്സിലാകുന്ന രീതിയിൽ, പ്രകടമാകുന്ന രീതിയിൽ ഹോസ്പിറ്റൽ അക്വയർഡ് ഇൻഫെക്ഷൻ ആ പേഷ്യന്റിനെ ബാധിച്ചു എന്ന രീതിയിൽ എന്താണ് അവര് പ്രകടമായ എന്തെങ്കിലും ലക്ഷണങ്ങൾ കാണിക്കുക. ക്ലിയർ ആയോ? ക്ലിയർ ആയോ? ഓക്കെ. എന്താണ് പേഷ്യന്റിന് ഇപ്പൊ എന്താണ് എന്തെങ്കിലും ഹാർട്ട് അറ്റാക്കുമായി ബന്ധപ്പെട്ട് അവിടെ അഡ്മിറ്റ് ആക്കിയതിനു ശേഷം, അതല്ലെങ്കിൽ എന്താണ് അവർക്ക് എന്തെങ്കിലും തലവേദനയല്ല, എന്താണ് വേറെ എന്തെങ്കിലും കാലുവേദനയോ, അല്ലെങ്കിൽ അവർക്ക് എന്താണ് ഷുഗർ കൂടിയിട്ടൊക്കെ അഡ്മിറ്റ് ആക്കിയതിനു ശേഷം ഈ ഹോസ്പിറ്റലിൽ അക്വയർഡ് ഇൻഫെക്ഷൻസിന്റെ സിംറ്റംസ് ആയ എന്താണ് വോമിറ്റിംഗ് ടെൻഡൻസി, അല്ലെങ്കിൽ എന്താണ് ലൂസ് മോഷൻ, അല്ലെങ്കിൽ എന്താ യൂറിൻ പാസ് ചെയ്യുമ്പോൾ ബുദ്ധിമുട്ട്, അങ്ങനെയുള്ള സിംറ്റംസ് അവര് കാണിക്കുക. നെക്സ്റ്റ് എടുത്തോട്ടെ. ക്ലിയർ ആയോ അത്? നെക്സ്റ്റ്, സോഴ്സസ് ഓഫ് ഇൻഫെക്ഷൻ ഇൻ ദ ഹോസ്പിറ്റൽ. ഹോസ്പിറ്റലില് എന്തൊക്കെയാണ് ഹോസ്പിറ്റൽ അക്വയർഡ് ഇൻഫെക്ഷൻ പകർത്തുന്നതിനുള്ള, അതായത് രോഗം ബാധിച്ച ഒരാളിൽ നിന്ന് ഹോസ്റ്റ്, അതായത് രണ്ടാമത് വരാൻ പോകുന്ന ഒരാളെയാണ് ഹോസ്റ്റ് എന്ന് പറയുന്നത്. അങ്ങനെയുള്ള ആൾക്ക് രോഗം പരത്തുന്നതിനുള്ള ഉറവിടങ്ങൾ അല്ലെ എന്തൊക്കെയാണ്? ഇപ്പൊ നമ്മ പറയില്ലേ എന്താണ് നമ്മുടെ വീട്ടില് കൊതുക് മുട്ടയിട്ട് പെരുകാനുള്ള അല്ലെ കൊതുക് ഇൻക്രീസ് ചെയ്യാനുള്ള ഉറവിടങ്ങൾ എന്തൊക്കെയാണെന്ന് പറയില്ലേ? സോഴ്സസ് എന്തൊക്കെയാണെന്ന് പറയാറുണ്ടോ? ഈ മഴ കൂട്ടിപ്പിടിക്കും അല്ലെ, വാട്ടർ. അതേപോലെ ഈ ഹോസ്പിറ്റൽ അക്വയർഡ് ഇൻഫെക്ഷൻസ് ഹോസ്പിറ്റല് പകർത്തുന്ന മറ്റൊരാൾക്ക് സ്പ്രെഡ് ചെയ്യിക്കുന്നതിനുള്ള ഉറവിടങ്ങൾ, സോഴ്സസ് എന്തൊക്കെയാണ്? ഇതൊന്ന് നോക്കിയേ, പിക്ചർ ഒന്ന് നോക്കിയേ. നമുക്കറിയാലേ, നമ്മ ആദ്യം തന്നെ പറഞ്ഞു അല്ലെ, കുറച്ച് പോയിന്റ്സ് ആദ്യം തന്നെ ഇൻട്രൊഡക്ഷനിൽ പറഞ്ഞിട്ടുണ്ടല്ലേ? പറഞ്ഞിട്ടുണ്ടോ? അതൊക്കെ തന്നെയാണ് വീണ്ടും പറയുന്നത്. അതർ പേഷ്യൻസ് നമുക്കറിയാലേ, മറ്റുള്ള രോഗികളിൽ നിന്ന് ഇൻഫെക്ഷൻ ബാധ ഏറ്റിട്ടുള്ള ഒരു രോഗിയിൽ നിന്ന് നമുക്ക് പകരാല്ലേ വേറൊരാൾക്ക് പകരാൻ ചാൻസ് ഉണ്ട്. ഇപ്പൊ എന്താണ് അയാൾ തുമ്മുമ്പോഴോ ചുമയ്ക്കുമ്പോഴോ, അതല്ലെങ്കിൽ എന്താണ് ഈ ഇൻഫെക്ഷൻ ബാധ ഏറ്റിട്ടുള്ള ഒരാൾ പിടിച്ചാൽ ഏതെങ്കിലും സറൗണ്ടിങ്സിൽ അല്ലെ, നമ്മ എന്താണ് ലോക്കുമ്പോഴോ സ്വിച്ചുമ്പോഴോ അല്ലെ, ലിനൻസ് അങ്ങനെയുള്ള എന്തെങ്കിലും ഇതും എന്താണ് വേറൊരാൾ പിടിച്ചു കഴിഞ്ഞാൽ എന്താണ് അയാൾക്കും ഇൻഫെക്ഷൻ പകരാൻ സാധ്യതയുണ്ട് അല്ലെ. പിന്നെന്താണ് വിസിറ്റേഴ്സ്. എന്താ ഇപ്പൊ ഒരാൾ അഡ്മിറ്റ് ആക്കി കഴിഞ്ഞിട്ട് അയാൾ കാണാൻ വരുന്ന സന്ദർശകരുണ്ടാവും അല്ലെ, വിസിറ്റേഴ്സ് ഉണ്ടാവും. ആ സന്ദർശകർക്ക് എന്തെങ്കിലും ഇൻഫെക്ഷൻ ബാധയുണ്ടെങ്കിൽ എന്താണ് ഈ അഡ്മിറ്റ് ആക്കിയിരിക്കുന്ന പേഷ്യൻസിന് എന്താണ് അസുഖം വരാം അല്ലെ, ഇൻഫെക്ഷൻസ് വരാം. ഇപ്പൊ നമ്മ പറയില്ലേ എന്താണ് സർജറി കഴിഞ്ഞ പേഷ്യൻസിന്റെ അടുത്ത് നിന്ന് അല്ലെ, പേഷ്യന്റിന്റെ അടുത്തൊക്കെ എന്താണ് പെട്ടെന്ന് തോന്നിയ ആരൊന്നും അല്ലെ വിസിറ്റേഴ്സിനെ കയറ്റിവിടൊന്നുമില്ല. എന്തുകൊണ്ടാണ് അത്? അവർക്ക് ഇൻഫെക്ഷൻ ബാധ പെട്ടെന്ന് തന്നെ അവർക്ക് എന്താണ് ഇൻഫെക്ഷൻസ് എടുക്കാൻ സാധ്യതയുണ്ട്. ക്ലിയർ ആയോ? വിസിറ്റേഴ്സിന്റെ കയ്യിൽ എന്താണ് സന്ദർശകരെ കയ്യിൽ നിന്നല്ലേ എന്താണ് ഈ ഇൻഫെക്ഷൻസ് വരാൻ സാധ്യതയുണ്ട്. നെക്സ്റ്റ് എന്താണ് ഹോസ്പിറ്റൽ പേഴ്സൺ. ഹോസ്പിറ്റൽ പേഴ്സൺ എന്ന് പറഞ്ഞാൽ ആരാണ്?
ഹോസ്പിറ്റലില് വർക്ക് ചെയ്യുന്ന ജീവനക്കാര്, സ്റ്റാഫുകള്, ഹോസ്പിറ്റലിലുള്ള സ്റ്റാഫുകൾ എന്താണ്? അതിൽ ആരൊക്കെ പെടാം? ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്ന ഡോക്ടർ പെടാം, നഴ്സുമാര് പെടാം, എല്ലാവരും പെടാം അല്ലെ. ഇപ്പൊ എന്താണ് അവിടെ വർക്ക് ചെയ്യുന്ന, അവിടെ ക്ലീനിങ്ങിന് നിൽക്കുന്ന ക്ലീനിങ് സ്റ്റാഫുകളുടെ കയ്യിൽ നിന്ന് മുതൽ അല്ലെ, ക്ലീനിങ് സ്റ്റാഫുകളുടെ കയ്യിൽ നിന്ന് മുതൽ എന്താണ് ഈ അസുഖം, ഇൻഫെക്ഷൻ ആ രോഗിക്ക് വരാൻ സാധ്യതയുണ്ട്. അപ്പൊ എന്താ? ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്ന എല്ലാ സ്റ്റാഫുകളുടെ ഏതെങ്കിലും ഒരു സ്റ്റാഫിന് ഇൻഫെക്ഷൻ ഉണ്ടെങ്കിൽ ഈ രോഗിക്ക് വരാൻ ചാൻസ് കൂടുതലാണ്. നെക്സ്റ്റ് എന്താണ്? ലാബ് വർക്കേഴ്സ്, അതായത് നമ്മുടെ എന്താണ് ബ്ലഡ് എടുക്കുകയൊക്കെ ചെയ്യും അവരുടെ കയ്യിൽ നിന്നല്ലേ, അവരുടെ ശരീരത്തിൽ നിന്ന് നമുക്ക് ഇൻഫെക്ഷൻസ് വരാം. എന്താണ്? ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്ന സ്റ്റാഫുകളുടെ കയ്യിൽ നിന്ന്, ഇപ്പൊ ഡോക്ടറും നഴ്സുമാരും അല്ലാണ്ട് ഈ രോഗിയുമായി റിലേറ്റ് ചെയ്യുന്ന എല്ലാ പേഷ്യൻസിന്റെ കയ്യിലത്തെ എല്ലാ സ്റ്റാഫുകളുടെ കയ്യിൽ നിന്നും ഇൻഫെക്ഷൻസ് വരാം. നെക്സ്റ്റ് എന്താണ്? സർജിക്കൽ പ്രൊസീജിയേഴ്സിന്റെ ഭാഗമായി എന്തെങ്കിലും ശസ്ത്രക്രിയാ നടപടികളുടെ ഭാഗമായിട്ട് എന്താണ്? ഹൈജീനിക് അല്ലാത്ത രീതിയിൽ അല്ലെ, എന്താണ് ഈ സർജറിക്ക് യൂസ് ചെയ്യുന്ന എന്തെങ്കിലും എക്യുപ്മെന്റ്സുകൾ, അതല്ലെങ്കിൽ സർജറിക്ക് യൂസ് ചെയ്യുന്ന എന്തെങ്കിലും നമുക്ക് വിരിക്കുന്ന ലിനൻസ്, സർജറി ചെയ്യുന്ന ബെഡും വിരിക്കുന്ന എന്തെങ്കിലും എക്യുപ്മെന്റ്സിന്റെ ഇതിനൊക്കെ എന്താണ്? എന്തെങ്കിലും ഇൻഫെക്ഷൻസ് സ്റ്റെറിലൈസ് ചെയ്യാതെ എന്താണ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അത് കണ്ടാമിനേറ്റഡ് ആയിട്ടുണ്ടെങ്കിൽ, അണുബാധ ഏറ്റിട്ടുണ്ടെങ്കിൽ അതെന്താണ്? ഈ രോഗിക്ക്, സർജറി ചെയ്യുന്ന രോഗിക്ക് ഇൻഫെക്ഷൻ വരാൻ സാധ്യതയുണ്ട്. സർജിക്കൽ പ്രൊസീജിയേഴ്സിന്റെ ഭാഗമായി നല്ല ഹൈജീനിക് അല്ലാത്ത രീതിയിൽ ഒരു പേഷ്യന്റിനെ സർജറി ചെയ്യുകയാണെങ്കിൽ എന്താണ്? എന്താ സർജറിക്ക് യൂസ് ചെയ്യുന്ന ഡോക്ടർമാർ ആ സമയത്തല്ലേ പേഷ്യന്റിനെ സർജറി ചെയ്യുന്ന സമയത്ത് ഗ്ലൗസ് ഒക്കെ ഇടല്ലേ? ഗ്ലൗസ് ഒക്കെ എന്താണ്? പുതിയത് എന്താണ്? ഓരോ പേഷ്യന്റിനും പുതിയ പുതിയ ഗ്ലൗസുകളൊക്കെ ഇട്ടിട്ട് വേണമല്ലേ ഈ ഡോക്ടർമാര് ചെക്കപ്പ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്. അപ്പൊ എന്താ അങ്ങനെ മാറ്റാതൊക്കെ ഒരു കണ്ടാമിനേറ്റഡ് ആയിട്ടുള്ള ഗ്ലൗസ് ആണ് ഈ ഡോക്ടർ കയ്യിൽ കിടക്കുന്നതുണ്ടെങ്കിൽ എന്താണ്? ഈ പേഷ്യന്റിനല്ല ഇൻഫെക്ഷൻ ബാധ ഏൽക്കില്ലേ? ഏൽക്കും. അപ്പൊ എന്താ? ഇൻഫെക്ഷൻ സർജിക്കൽ പ്രൊസീജിയേഴ്സിന്റെ ഭാഗമായിട്ട് പേഷ്യന്റിന് ഇൻഫെക്ഷൻസ് വരാം. എയറിൽ കൂടെ അല്ലെ, വായുവിൽ കൂടി എന്താണ്? ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള ഒരു പേഷ്യന്റ് ചുമക്കുമ്പോഴോ തുമ്മുമ്പോഴോ അതെന്താണ്? വായുവില് മൈക്രോബ്സ് പടർന്നിട്ട്, അണുക്കൾ പടർന്നിട്ട് അത് മറ്റുള്ള ആളുകളുടെ ശരീരത്തിൽ അല്ലെ വരാൻ, ബോഡിയിൽ കയറിങ് ആയിട്ട് അവർക്ക് ഇൻഫെക്ഷൻ ബാധ ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്. അപ്പൊ എന്താ? എയർ. പിന്നെന്താണ്? വാട്ടർ ഓർ ഫുഡ്, കണ്ടാമിനേറ്റഡ് ആയ, അണുബാധ ഏറ്റിട്ടുള്ള വെള്ളത്തിൽ നിന്ന്, ഫുഡിൽ നിന്ന് ഒക്കെ എന്താണ്? ഇൻഫെക്ഷൻസ് വരാം. നെക്സ്റ്റ് PTS എന്ന് പറഞ്ഞത് പേഷ്യൻസ് നോർമൽ ഫ്ലോറ. എന്താണ്? കഴിഞ്ഞ ദിവസം മിസ് പറഞ്ഞിരുന്നു ഓപ്പർച്യൂണിസ്റ്റിക് എന്ന് പറഞ്ഞിരുന്നോ? ഓപ്പർച്യൂണിറ്റി കിട്ടുമ്പോഴേ നമ്മുടെ ശരീരത്തിൽ തന്നെയുള്ള മൈക്രോ ഓർഗാനിസംസിന് ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടും, ഒരു അവസരം കിട്ടുമ്പോൾ അവരെന്താവും? അവസരവാദികളാവൂലേ? നമ്മുടെ ശരീരത്തില് ഇൻഫെക്ഷൻസ് ഉണ്ടാക്കും അല്ലെ? അതാണ് പേഷ്യൻസ് നോർമൽ ഫ്ലോറ. എന്താണ്? ഒരു പേഷ്യന്റിന്റെ ശരീരത്തിൽ തന്നെയുള്ള മൈക്രോ ഓർഗാനിസംസ് എന്താണ്? അവർക്ക് ഒരു അവസരം കിട്ടും, ഒരു സർജറി കഴിയുമ്പോഴാണ്. അല്ലെങ്കിൽ ഈ പേഷ്യന്റിന്റെ ശരീരം വീക്കാവും അല്ലെ, ഇമ്മ്യൂണിറ്റി പവർ കുറഞ്ഞിരിക്കുന്ന സമയത്ത് എന്ത് ചെയ്യും? അവര് അവസരം കിട്ടാനായിട്ട് കാത്തു നിന്ന പോലെ അവരെന്തെയും ഇൻഫെക്ഷൻ ആയിട്ട് ഈ പേഷ്യൻസിന് എന്താണ്? ഇൻഫെക്ഷൻ ബാധ ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്. നെക്സ്റ്റ് ഫോമേറ്റ് കണ്ടാമിനേഷൻ. ഫോമേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒബ്ജക്റ്റീവ്സ് ആണ് ഉദ്ദേശിക്കുന്നത്. ഫോമേറ്റ് എന്ന് പറഞ്ഞാല് ഒബ്ജക്റ്റീവ്സ് എന്തായിരിക്കും? ഹോസ്പിറ്റൽ ഒബ്ജക്റ്റീവ്സ് എന്തൊക്കെയായിരിക്കും? ഇപ്പൊ ഒരു പേഷ്യന്റിനെ അഡ്മിറ്റ് ആക്കി, ഒരു ഹോസ്പിറ്റലില് ഒരു പേഷ്യന്റിനെ അഡ്മിറ്റ് ആക്കി, ഒരു റൂമിലാണ് അഡ്മിറ്റ് ആക്കിയിരിക്കുന്നത്. അവിടെയുള്ള ഒബ്ജക്റ്റീവ്സ് എന്തൊക്കെയായിരിക്കും? ബെഡ് ഉണ്ടായിരിക്കും അല്ലെ, പിന്നെന്താണ്? ബെഡ് ഉണ്ടായിരിക്കും, സ്വിച്ചസ് ഉണ്ടായിരിക്കും അല്ലെ, ഡോറിന്റെ ലോക്സുകൾ, പിടികൾ ഉണ്ടായിരിക്കും അല്ലെ.
അങ്ങനെയുള്ള ഹോസ്പിറ്റലിലുള്ള ഒബ്ജക്റ്റീവ്സിൽ എന്താണ് അണുബാധ ഏറ്റിട്ടുണ്ടെങ്കിൽ ഈ പേഷ്യൻസിന് ഇൻഫെക്ഷൻ വരാൻ സാധ്യതയുണ്ട്. ക്ലിയർ ആയോ? ഫോർമേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒബ്ജക്റ്റീവ്സ്, എന്തെങ്കിലും ഒബ്ജക്റ്റീവ്സ് സ്വിച്ചസും അതല്ലെങ്കിൽ ഡോർ ലോക്കും ഡോറിന്റെ പിടികളിലെ പിടിയുമ അല്ലെങ്കിൽ എന്താണ് ബെഡ്ഷീറ്റും ബെഡും അങ്ങനെയുള്ള എന്ത് ഒബ്ജക്റ്റീവ്സ് ആയിക്കോട്ടെ അതുമൊക്കെ എന്താണ് കണ്ടാമിനേഷൻ അണുബാധ ഇൻഫെക്ഷൻ ഏറ്റിട്ടുണ്ടെങ്കിൽ അതെന്താണ് ഈ പേഷ്യന്റിന് ഏൽക്കാനുള്ള സാധ്യതയുണ്ട്. നെക്സ്റ്റ് ഡിവൈസസ്, ഡ്രെയിൻസ് ആൻഡ് കത്തീറ്റർ. ഡിവൈസസ് എന്ന് പറഞ്ഞാൽ എന്താണ്? എക്യുപ്മെന്റ്സുകൾ അല്ലെ, ഹോസ്പിറ്റലിലുള്ള എക്യുപ്മെന്റ്സുകളിൽ എന്തെങ്കിലും എന്താണ് ഇൻഫെക്ഷൻ ബാധ, ഒരു ഇൻഫെക്ഷൻ ഉള്ള ഒരു രോഗിയിൽ നിന്ന് ഇൻഫെക്ഷൻ ബാധ ഏറ്റിട്ടുണ്ടെങ്കിൽ എന്താണ് അത് മറ്റു രോഗികൾക്ക് അല്ലെ, ഹോസ്റ്റുകൾക്ക് വേറെയുള്ള രോഗികൾക്ക് വരാനുള്ള സാധ്യതയുണ്ട്. ഡ്രെയിൻസ് എന്ന് പറഞ്ഞാല് ഈ സർജറി കഴിഞ്ഞ പേഷ്യൻസിലെ, ഓപ്പറേഷൻ കഴിഞ്ഞ പേഷ്യൻസ് അവരെ ഈ പസ്സുകള്, അതായത് ചലങ്ങള്, പസ്സുകള്, ഫ്ലൂയിഡ്സുകള്, ബോഡി ഫ്ലൂയിഡ്സുകൾ എന്താണ് യൂറിന്, ബ്ലഡ് അതൊക്കെ നീക്കം ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു ചെറിയ നേർത്ത ട്യൂബുകളെയാണ് ഡ്രെയിൻസ് എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? എന്താണ് ഓപ്പറേഷൻ കഴിഞ്ഞ പേഷ്യൻസിന്റെ, സർജറി കഴിഞ്ഞ പേഷ്യൻസിന്റെ, പോസ്റ്റ് ഓപ്പറേഷൻ കഴിഞ്ഞ പേഷ്യൻസിന്റെ ശരീരത്തിൽ നിന്ന് പസ്സുകള് അതല്ലെങ്കിൽ ബോഡി ഫ്ലൂയിഡ്സുകൾ എന്താണ് നമുക്ക് ചില സമയത്ത് എന്താണ് സർജറി കഴിഞ്ഞാൽ അവർക്ക് ടോയ്ലറ്റിൽ പോയി യൂറിൻ പാസ് ചെയ്യാനൊന്നും പറ്റില്ല അല്ലെ. അപ്പൊ അവർക്ക് എന്താണ് ട്യൂബ് ഇടും, യൂറിൻ കളയാനായിട്ട് ട്യൂബുകളൊക്കെ ഇടും. ഇടും. അപ്പൊ അങ്ങനെയുള്ള ട്യൂബുകൾ ഇടാം യൂറിൻ കളയാനായിട്ടോ അതല്ലെങ്കിൽ എന്താണ് ബ്ലഡ് കളയാനായിട്ടോ അല്ലെങ്കിൽ കഫം കൂടുന്നതിന് വേണ്ടിയിട്ട്. അപ്പൊ കഫം കളയാന്നതിന് വേണ്ടിയിട്ടൊക്കെ ട്യൂബ് ഇടുമ്പോ അതിൽ നിന്നൊക്കെ എന്താണ് ഇൻഫെക്ഷൻ ഏൽക്കാൻ സാധ്യതയുണ്ട്. ആൻഡ് കത്തീറ്റർ എന്ന് പറഞ്ഞാൽ എന്താണ് നമ്മുടെ ഹാർട്ടിന് എന്തെങ്കിലും ബ്ലോക്ക് ഉണ്ടാവും, എന്താണ് ചെറിയൊരു ട്യൂബിന് അറ്റത്തായിട്ട് ഒരു നീഡില് പോലെ ഉണ്ടാവും. അതെന്താണ് ഈ ബ്ലോക്ക് മാറ്റുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ ഹാർട്ടിലേക്ക് കൈയിന്റെ ഞരമ്പ് വഴിയൊക്കെ കേട്ടും കത്തീറ്ററൈസേഷൻ ചെയ്യുക അല്ലെ. കേട്ടിട്ടില്ലേ? കത്തീറ്ററൈസേഷൻ മിസ്തിക്കുമ്പോ പറഞ്ഞിട്ടുണ്ട് ക്യാൻസർ വന്ന പേഷ്യൻസിന് അല്ലെ. അതല്ലെങ്കിൽ ബ്ലാഡറിൽ നിന്ന് നമുക്ക് യൂറിൻ റിമൂവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് എന്താണ് നേരത്തെ ട്യൂബുകൾ ഇടാറുണ്ട്. അങ്ങനെയുള്ള കത്തീറ്ററിന്റെ ഭാഗമായിട്ട് എന്താണ് ഇൻഫെക്ഷൻ ബാധ ഏൽക്കാം. ക്ലിയർ ആയോ? ഡിവൈസസ് എന്ന് പറഞ്ഞാൽ എന്താണ് എക്യുപ്മെന്റ്സുകള്, നമ്മുടെ പേഷ്യൻസിന് എന്തെങ്കിലും എന്താ ഇപ്പൊ ടെമ്പറേച്ചർ നോക്കുന്നതിനോ. തെർമോമീറ്റർ കണ്ടിട്ടുണ്ടോ? തെർമോമീറ്റർ എങ്ങനെയാണ് യൂസ് ചെയ്യുന്നത്? വായിൽ വെച്ച് യൂസ് ചെയ്യുന്നത് കണ്ടിട്ടുണ്ടോ? ഫീവർ നോക്കാനായിട്ട്. അപ്പൊ അതൊക്കെ നല്ല രീതിയിൽ എല്ലാവരും സ്റ്റെറിലൈസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഉറപ്പായും മറ്റുള്ള പേഷ്യൻസിന് അല്ലെ എന്താണ് രണ്ടാമത് പരിശോധിക്കുന്ന പേഷ്യന്റിന് എന്താണ് ഇൻഫെക്ഷൻ ബാധ ഏൽക്കില്ലേ. ഓക്കെ. അപ്പൊ എന്താണ് അങ്ങനെയുള്ള എന്തെങ്കിലും ഡിവൈസുകൾ എന്താണ് കണ്ടാമിനേഷൻ ആയിട്ടുള്ള ഇൻഫെക്ഷൻ ബാധ ഏറ്റിട്ടുള്ള ഏതെങ്കിലും എക്യുപ്മെന്റ്സുകൾ പുതിയ പേഷ്യന്റുകളിൽ യൂസ് ചെയ്യുമ്പോൾ എന്താണ് ഇൻഫെക്ഷൻ ബാധ ഏറ്റ ഒരാളിൽ ഉപയോഗിച്ച എക്യുപ്മെന്റ്സുകൾ വേറൊരാളിൽ യൂസ് ചെയ്യുമ്പോൾ എന്താണ് ഇൻഫെക്ഷൻ ഏൽക്കാം. അതല്ലെങ്കിൽ എന്താണ് ഡ്രെയിൻസുകൾ എന്താണ് ഓപ്പറേഷൻ കഴിഞ്ഞ പേഷ്യന്റിന്റെ ശരീരത്തിൽ നിന്ന് പസ്സുകൾ മാറ്റുക. അതല്ലെങ്കിൽ എന്താണ് ബോഡി ഫ്ലൂയിഡുകൾ എന്താണ് ബ്ലഡ് യൂറിന് ഒക്കെ മാറ്റം ചെയ്യുന്നതിനായിട്ട് ഉപയോഗിക്കുന്ന നേരത്തെ കുഴലുകൾ, അതിൽ നിന്ന് ഇൻഫെക്ഷൻ ബാധ ഏൽക്കാം. അതല്ലെങ്കിൽ കത്തീറ്റർ പ്രോസസ്സിന്റെ ഭാഗമായിട്ട് എന്താണ് ഇൻഫെക്ഷൻ ബാധ ഏൽക്കാൻ സാധ്യതയുണ്ട്. ക്ലിയർ ആയോ? ഏതൊക്കെയാണ് ഹോസ്പിറ്റലില് രോഗിക്ക് മറ്റുള്ള പുതിയ രോഗിക്ക് ഇൻഫെക്ഷൻ ബാധ ഏൽക്കാൻ സാധ്യതയുള്ളത്? അതർ പേഷ്യൻസ് എന്താണ് രോഗബാധ ഏറ്റിട്ടുള്ള ഇപ്പൊ എന്താണ് നമ്മുടെ റൂംമേറ്റ്സിൽ അല്ലെ ഇപ്പൊ 2 പേര് കിടക്കുന്ന റൂമുകൾ ഉണ്ടാവും അല്ലെ, ഷെയറിംഗ് റൂമുകൾ ഉണ്ടാവും. അപ്പൊ എന്താ കൂടെയുള്ള പേഷ്യന്റ് എന്താ ഇൻഫെക്ഷൻ ബാധ ഏറ്റിട്ടുള്ള ഒരു പേഷ്യന്റ് ആണെങ്കിൽ എന്താണ് രണ്ടാമത് വരുന്ന പേഷ്യന്റിന് ഇൻഫെക്ഷൻ ബാധ ഏൽക്കാം അല്ലെ. ഉണ്ടോ? ഏൽക്കാം. അപ്പൊ അതർ പേഷ്യന്റ് മറ്റുള്ള പേഷ്യന്റുകളിൽ നിന്ന് ഇൻഫെക്ഷൻ ബാധയേക്കാം. വിസിറ്റേഴ്സ് സന്ദർശകരിലെ പേഷ്യന്റിനെ കാണാൻ വരുന്ന സന്ദർശകരിൽ നിന്ന് വിസിറ്റേഴ്സിൽ നിന്ന് നമുക്ക് ഇൻഫെക്ഷൻ ബാധയേക്കാം. ഹോസ്പിറ്റൽ പേഴ്സൺ എന്താണ് ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്ന
സ്റ്റാഫുകളിൽ നിന്ന് എന്താണ് ഡോക്ടർമാരും നഴ്സുമാരും അല്ലാതെ എന്നല്ല അവരും കൂടി ഉൾപ്പെടും എന്താണ് ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്ന എല്ലാ സ്റ്റാഫുകളുടെ കയ്യിൽ നിന്നും എന്താണ് ഇൻഫെക്ഷൻ ബാധയേൽക്കാം. സർജിക്കൽ പ്രൊസീജിയേഴ്സ് എന്താണ് സർജിക്കൽ നടപടികളുടെ ശസ്ത്രക്രിയാ നടപടികളുടെ ഭാഗമായിട്ട് എന്താ ഹൈജീനിക് അല്ലാത്ത രീതിയിലുള്ള ശസ്ത്രക്രിയാ നടപടികളുടെ ഭാഗമായിട്ട് എയർ വായുവിൽ കൂടി പിന്നെന്താണ് വെള്ളം ഫുഡ് വാട്ടർ ഫുഡ് അതിൽ കൂടി നമുക്ക് എന്താണ് ഇൻഫെക്ഷൻ ബാധയേൽക്കാം. പേഷ്യൻസ് നോർമൽ ഫ്ലോറ എന്താണ് പേഷ്യന്റിന്റെ ബ്ലഡിൽ തന്നെയുള്ള ശരീരത്തിൽ തന്നെയുള്ള മൈക്രോ ഓർഗാനിസംസ് എന്താണ് അവർക്കൊരു അവസരം ലഭിക്കും എന്താണ് പേഷ്യൻസിന് സർജറി കഴിയുമ്പോഴോ അതല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും അസുഖങ്ങൾ വന്ന് അവർ ഇമ്മ്യൂണിറ്റി പവർ കുറഞ്ഞിരിക്കുന്ന സമയത്തൊക്കെ എന്താണ് ഇവര് തന്നെ ഈ അവരുടെ ശരീരത്തിലുള്ള മൈക്രോ ഓർഗാനിസംസ് തന്നെ എന്താണ് ഈ പേഷ്യന്റിൽ എന്താണ് ഇൻഫെക്ഷൻ ബാധയേൽപ്പിക്കാൻ സാധ്യതയുണ്ട്. നെക്സ്റ്റ് ഫോമേറ്റ് കണ്ടാമിനേഷൻ എന്താണ് കണ്ടാമിനേഷൻ ആയിട്ടുള്ള മലിനമായിട്ട് ഇൻഫെക്ഷൻ ബാധ ഏറ്റിട്ടുള്ള ഒബ്ജക്റ്റീവ്സിൽ നിന്ന് എന്താണ് വസ്തുക്കളിൽ നിന്ന് എന്തൊക്കെയാണ് ഡോറിന്റെ പിടി പിന്നെ ബെഡ്ഷീറ്റ് പില്ലോ കവേഴ്സ് എന്ന് വേണ്ട എല്ലാ ഒബ്ജക്റ്റീവ്സ് ഹോസ്പിറ്റലിലുള്ള എല്ലാ ഒബ്ജക്റ്റീവ്സിൽ നിന്നും എന്താണ് പേഷ്യന്റിന് ഇൻഫെക്ഷൻ ബാധ ഏൽക്കാം. ഇൻഫെക്റ്റഡ് ആയിട്ടുണ്ടെങ്കിൽ എന്താണ് അതിൽ നിന്നൊക്കെ ഇൻഫെക്ഷൻ ഏൽക്കാം. ഡിവൈസസ് ഡ്രെയിൻസ് ആൻഡ് കത്തീറ്റേഴ്സ് എന്താണ് എക്യുപ്മെന്റ്സിൽ നിന്ന് ഇൻഫെക്ഷൻ ബാധ ഏറ്റിട്ടുള്ള എക്യുപ്മെന്റ്സുകളിൽ നിന്ന് ഡ്രെയിൻസ് ഇൻഫെക്ഷൻ ബാധ ഏറ്റിട്ടുള്ള നേർത്ത ട്യൂബുകൾ എന്താണ് സർജറി കഴിഞ്ഞതിന് ശേഷം പേഷ്യന്റിന്റെ ഫ്ലൂയിഡുകളൊക്കെ നീക്കം ചെയ്യുന്നതിനായിട്ട് ഉപയോഗിക്കുന്ന ചെറിയ ട്യൂബ് അതിൽ നിന്ന് കത്തീറ്റർ പ്രോസസ്സിന്റെ ഭാഗമായിട്ട് എന്താണ് ഇൻഫെക്ഷൻ ബാധ ഏൽക്കാം. ക്ലിയർ ആയോ അത്? നെക്സ്റ്റ് who is at risk for nosocomial infection? നോസോകോമിയൽ ഇൻഫെക്ഷൻ അതായത് ഹോസ്പിറ്റൽ അക്വയർഡ് ഇൻഫെക്ഷൻസ് ആർക്കൊക്കെയാണ് കൂടുതലായിട്ട് റിസ്ക് ഉണ്ടാക്കുക അപകട സാധ്യത ഉണ്ടാക്കുന്നത് ആർക്കൊക്കെയായിരിക്കും കൂടുതലായിട്ട് അപകട സാധ്യത അതല്ലെങ്കിൽ ആർക്കൊക്കെയായിരിക്കും പെട്ടെന്ന് തന്നെ ഹോസ്പിറ്റൽ അക്വയർഡ് ഇൻഫെക്ഷൻ ലഭിക്കുന്നത് ആർക്കൊക്കെയായിരിക്കും പെട്ടെന്ന് തന്നെ ഇൻഫെക്ഷൻ ഏജ്ഡ് പീപ്പിൾസിന് അല്ലെ ഒരു 70 വയസ്സിൽ കൂടുതൽ പ്രായമായ രോഗികൾക്ക് എന്താണ് പെട്ടെന്ന് തന്നെ അല്ലെ ചൈൽഡ്സിന് ചെറിയ കുട്ടികൾക്ക് 70 വയസ്സിൽ പ്രായമായ ആളുകൾക്കൊക്കെ എന്താണ് ഇമ്മ്യൂണിറ്റി പവേഴ്സ് കുറവായിരിക്കും. പിന്നെ സർജറി പേഷ്യൻസ് എന്താണ് സർജറി കഴിഞ്ഞു കഴിഞ്ഞ പേഷ്യൻസിന് അല്ലെ ഓക്കെ പിന്നെ ആർക്കൊക്കെയാണ് റൂംമേറ്റ്സിന് അല്ലെ നമ്മുടെ കൂടെ വാർഡുകളിലൊക്കെ കുറെ പേഷ്യൻസ് ഉണ്ടാവും അല്ലെ വാർഡ് പഠിക്കില്ലേ നമ്മ വാർഡുകളിലൊക്കെ എന്താണ് ഒരുപാട് പേഷ്യൻസ് അറ്റ് എ ടൈം ചികിത്സയിലുണ്ടാവും അല്ലെ അപ്പൊ വാർഡില് ഒരു പേഷ്യന്റിന് ഇൻഫെക്ഷൻ ബാധിച്ചിട്ടുണ്ടെങ്കിൽ എന്താണ് ബാക്കിയുള്ള പേഷ്യൻസിന് അല്ലെ ഇൻഫെക്ഷൻസ് ഏൽക്കാൻ സാധ്യതയുണ്ട്. പിന്നെന്താണ് പിന്നെ ആർക്കൊക്കെയാണ് പ്രിമേച്ചർ ബേബി ഓക്കെ പിന്നെ ഇമ്മ്യൂണിറ്റി പവർ കുറഞ്ഞ പേഷ്യൻസിന് അല്ലെ ഇമ്മ്യൂണിറ്റി പവർ കുറഞ്ഞ പേഷ്യൻസിന് പെട്ടെന്ന് ഇൻഫെക്ഷൻസ് ഏൽക്കില്ലേ ഏൽക്കോ പിന്നെ ഇമ്മ്യൂണിറ്റി പവർ ആർക്കൊക്കെയായിരിക്കും കുറഞ്ഞിരിക്കുന്നത് അതൊന്ന് ആലോചിച്ച് നോക്കി ഇമ്മ്യൂണിറ്റി പവർ ആർക്കൊക്കെയായിരിക്കും കുറവുണ്ടായിരിക്കുന്നത് ഇമ്മ്യൂണിറ്റി പവർ രോഗപ്രതിരോധ ശേഷി കുറഞ്ഞത് ആർക്കൊക്കെയായിരിക്കും എന്തെങ്കിലും ട്രോമ സംഭവിച്ചവർക്ക് അല്ലെ ആഘാതങ്ങൾ സംഭവിച്ച അല്ലെ ക്യാൻസർ പേഷ്യന്റ് സ്ട്രോക്ക് ഹാർട്ട് അറ്റാക്ക് അങ്ങനെയുള്ള പേഷ്യൻസിന് പിന്നെ എന്താണ് കോമ സ്റ്റേജിൽ കിടക്കുന്ന പേഷ്യൻസിനൊക്കെ എന്താണ് ഇമ്മ്യൂണിറ്റി പവേഴ്സ് കുറവായിരിക്കും അപ്പൊ അവർക്ക് എന്തുണ്ടാ അവരുടെ ശരീരത്തില് പെട്ടെന്ന് തന്നെ ഇൻഫെക്ഷൻസ് എത്താൻ സാധ്യതയുണ്ട്. നോക്കാം നമുക്ക് those who are admitted to a health care weight കുറഞ്ഞ ചൈൽഡ് those who are admitted to a health care facilities are at risk for contracting HAIS എന്താണ് ആരൊക്കെയാണ് ഹോസ്പിറ്റലിൽ പ്രവേശിപ്പിക്കുന്നത് ആരൊക്കെ അവിടെ
അഡ്മിറ്റ് ആക്കുന്നുണ്ട്. ഹോസ്പിറ്റലില് അഡ്മിറ്റ് ആക്കിയിരിക്കുന്ന പേഷ്യൻസിനൊക്കെ എന്താണ് ഹോസ്പിറ്റൽ അക്വയേർഡ് ഇൻഫെക്ഷൻസ് വരാൻ നമ്മുടെ നോസോകോമിയൽ ഇൻഫെക്ഷൻസ് വരാൻ സാധ്യതയുണ്ട്. ഫോർ സം ബാക്ടീരിയ ദ റിസ്ക് മേ ഓൾസോ ഡിപ്പെൻഡ് ഓൺ എന്താണ് ബാക്ടീരിയ പോലുള്ള റിസ്കുകൾ വരാനും എന്താണ് HAI ഹോസ്പിറ്റൽ അക്വയേർഡ് ഇൻഫെക്ഷൻ വരാനും സാധ്യതയുണ്ട്. ആർക്കാണ് ഹോസ്പിറ്റലില് അഡ്മിറ്റ് ആക്കിയിരിക്കുന്ന പേഷ്യൻസിന് എല്ലാ പേഷ്യൻസിനും ഹോസ്പിറ്റൽ അക്വയേർഡ് ഇൻഫെക്ഷൻസ് വരാൻ സാധ്യതയുണ്ട്. അതിൽ ആരൊക്കെയാണ് കൂടുതൽ റിസ്ക് ഉള്ളത്? ആരൊക്കെയാണ്? പേഷ്യന്റ് ഹോസ്പിറ്റൽ റൂംമേറ്റ് എന്താണ് പേഷ്യന്റിന്റെ ഇൻഫെക്ഷൻ ആയിട്ടുള്ള പേഷ്യന്റിന്റെ റൂംമേറ്റ്സിന് അല്ലെ പേഷ്യന്റിന്റെ കൂടെ റൂം ആരൊക്കെയാണോ ഷെയർ ചെയ്യുന്നത് അവർക്കൊക്കെ എന്താണ് ഹോസ്പിറ്റൽ അക്വയേർഡ് ഇൻഫെക്ഷൻ വരാൻ സാധ്യതയുണ്ട്. ഏജ് particularly if patient is more than 70 years old എന്താണ് 70 വയസ്സിൽ കൂടുതൽ പ്രായമുള്ള ആളുകൾക്ക് എന്താണ് ഹോസ്പിറ്റൽ അക്വയേർഡ് ഇൻഫെക്ഷൻസ് നോസോകോമിയൽ ഇൻഫെക്ഷൻസ് വരും. എന്തുകൊണ്ടാണ്? അവർക്ക് ഏജ് കൂടുന്തോറും അവർക്ക് എന്താണ് ഇമ്മ്യൂണിറ്റി പവർ കുറവായിരിക്കും അല്ലെ. അപ്പൊ അവർക്ക് എന്താണ് ഹോസ്പിറ്റൽ അക്വയേർഡ് ഇൻഫെക്ഷൻസ് വരാൻ സാധ്യതയുണ്ട്. നെക്സ്റ്റ്, ഹൗ ലോങ് പുടിൻ ഹാസ് ബീൻ യൂസിങ് ആന്റിബയോട്ടിക്സ് എന്താണ് ആന്റിബയോട്ടിക്സ് എത്ര നാള് യൂസ് ചെയ്തു? എന്താണ് ആന്റിബയോട്ടിക് ഒരുപാട് നാള് യൂസ് ചെയ്താൽ എന്താണ് സംഭവിക്കുക? ആന്റിബയോട്ടിക്സ് നമ്മ ഒരുപാട് നാള് ഡയബറ്റിക് പേഷ്യൻസ് കിഡ്നി ഫെയിൽ വരും. ഇമ്മ്യൂണിറ്റി പവർ കുറയില്ലേ? അപ്പൊ നമ്മളോട് തന്നെ അല്ലെ നമ്മ തന്നെ കൊച്ചുങ്ങൾക്ക് അല്ലെ 1 തവണ 2 തവണ എന്താണ് പനി വരുമ്പോ അല്ലെ എന്താണ് നമ്മുടെ ആന്റിബയോട്ടിക്സ് കൊടുക്കും. പിന്നെ കൊണ്ടുപോകുമ്പോ നമ്മുടെ ഡോക്ടറോട് മുൻകൂർ പറയൂലേ കൊച്ചിന് കഴിഞ്ഞ ആഴ്ച അല്ലെ കഴിഞ്ഞതിന് മുമ്പത്തെ ആഴ്ച എന്താണ് 1 തവണ അങ്ങനെ ആന്റിബയോട്ടിക്സ് കൊടുത്തതാണെന്ന് നമ്മ മുൻകൂട്ടി പറയില്ല. എന്താണ് വീണ്ടും കൊടുക്കാതിരിക്കാൻ എന്താണ് അവർക്ക് ഇമ്മ്യൂണിറ്റി പവർ കുറയുന്നത് കൊണ്ട്. അപ്പൊ എന്താ ഇമ്മ്യൂണിറ്റി പവർ ആന്റിബയോട്ടിക്സ് ഒരുപാട് യൂസ് ചെയ്ത ആളുകൾക്ക് എന്താണ് ഇമ്മ്യൂണിറ്റി പവർ കുറവായിരിക്കും. അപ്പൊ അവർക്ക് എന്താണ് ഹോസ്പിറ്റൽ അക്വയേർഡ് ഇൻഫെക്ഷൻസ് വരാൻ സാധ്യത കൂടുതലാണ്. whether the patient has ഒരു ഹാസ് ഉള്ളൂ അതിൽ 2 ഹാസ് കിടക്കുന്നുണ്ട്. whether the patient has a urinary catheter or not എന്താണ് യൂറിനറി catheter ചെയ്ത ആളുകൾക്ക് എന്താണ് നോസോകോമിയൽ ഇൻഫെക്ഷൻസ് മൈക്രോബ്സ് പെട്ടെന്ന് അവരുടെ ശരീരത്തില് പടരാൻ സാധ്യതയുണ്ട്. ഇപ്പൊ നമ്മ പറഞ്ഞില്ലേ catheter അല്ലെ സോഴ്സസ് ഓഫ് ഇൻഫെക്ഷൻ നമ്മൾ പറഞ്ഞില്ലേ? അതിൽ catheter പറഞ്ഞിട്ടില്ലേ? യൂറിനറി catheter ഉപയോഗിക്കുന്ന ആളുകൾക്ക് എന്താണ് ഇൻഫെക്ഷൻ വരാൻ സാധ്യതയുണ്ട്. ഇപ്പൊ യൂറിൻ പാസ് ചെയ്യാനായിട്ട് യൂറിൻ പോകാനായിട്ട് ബ്ലാഡറിന് എന്തെങ്കിലും കംപ്ലൈന്റ് ഉള്ള ആളുകൾക്ക് ഈ യൂറിൻ പോകുന്നതിനായിട്ട് സഞ്ചി അല്ലെ ബാഗ് ഇടാറുണ്ട് യൂസ് ചെയ്യാറുണ്ട് അല്ലെ യൂറിൻ പോകുന്നതിന് വേണ്ടിയിട്ട് ഉണ്ട്. അപ്പൊ അങ്ങനെയുള്ള ആളുകൾക്ക് അത് ഇത്ര നിശ്ചിത ടൈം കഴിയുമ്പോ അല്ലെ എന്താണ് അത് അവരെന്താണ് മാറ്റേണ്ടി വരും അല്ലെ ആ ട്യൂബ് മാറ്റി വേറെ ഇടേണ്ടി ഒക്കെ വരുമോ? വരും. അപ്പൊ അങ്ങനെയൊന്നും അവര് പ്രോപ്പർ ആയിട്ടുള്ള റെഗുലർ ആയിട്ടുള്ള ചെക്കപ്പുകളൊക്കെ ചെയ്തില്ലെങ്കിൽ അവർക്ക് എന്താണ് യൂറിനറി ഇൻഫെക്ഷൻസ് അല്ലെ ഇൻഫെക്ഷൻ വരാൻ സാധ്യത കൂടുതലായിരിക്കും. ക്ലിയർ ആയോ? ഓക്കെ. നെക്സ്റ്റ്, ലെങ്തി ICU സ്റ്റേ എന്താണ് ദീർഘനാള് അവരെന്താ ICUവിൽ എന്തെങ്കിലും അസുഖങ്ങളുമായി ബന്ധപ്പെട്ട് നേച്ചർ ആയിട്ടുള്ള എന്തെങ്കിലും അസുഖങ്ങളുമായി ബന്ധപ്പെട്ട് അവരെന്താ ഒരുപാട് നാള് ICUവിൽ കിടത്തി കഴിഞ്ഞാൽ അവർക്ക് എന്താണ് പുറമേക്കില് മറ്റൊരു രോഗികളുടെ ഇടയിലേക്ക് കൊണ്ടുവരുമ്പോൾ എന്താണ് അവർക്ക് അസുഖങ്ങള് പെട്ടെന്ന് അവർക്ക് ശരീരത്തിലേക്ക് പടരാൻ സാധ്യത കൂടുതലായിരിക്കും. അപ്പൊ എന്താണ് ദീർഘനാള് ICUവിൽ കിടക്കുന്ന പേഷ്യൻസിന് HAI ഹോസ്പിറ്റൽ അക്വയേർഡ് ഇൻഫെക്ഷൻസ് വരാൻ സാധ്യത കൂടുതലാണ്. ക്ലിയർ ആയോ? ICUവിൽ അധിക നാൾ കിടന്നു കഴിഞ്ഞാൽ എന്താ അവർ ഇമ്മ്യൂണിറ്റി പവർ കുറയൂലേ? അവരെന്താണ് മറ്റുള്ള രോഗികളുമായി മറ്റുള്ള ആളുകളുമായിട്ടുള്ള സൗഹൃദത്തൊക്കെ കുറവായിരിക്കില്ല അവരതിൻ്റെ ഉള്ളിൽ അല്ലെ ഭയങ്കര
കെയറിങ്ങിൽ കിടക്കുന്ന ആളുകളായിരിക്കും അല്ലെ. അപ്പൊ എന്താ അവരെ പുറമേക്ക് കൊണ്ടുവരുമ്പോ അല്ലെ മറ്റുള്ള പുറമേയുള്ള ഒരു അന്തരീക്ഷത്തിലേക്ക് കൊണ്ടുവരുമ്പോ അവർക്ക് എന്താണ് ഇൻഫെക്ഷൻ ബാധ പെട്ടെന്ന് തന്നെ അവരുടെ ശരീരത്തിലേക്ക് ഏൽക്കാൻ സാധ്യത കൂടുതലായിരിക്കും. നെക്സ്റ്റ്, whether patient has been in coma, എന്താണ് കോമ സ്റ്റേജിൽ കിടക്കുന്ന പേഷ്യൻസ് അല്ലെ. അപ്പൊ അവർക്ക് എന്താണ് ഇമ്മ്യൂണിറ്റി പവർ കുറവായിരിക്കും അല്ലെ. അവർക്ക് പെട്ടെന്ന് തന്നെ ഇൻഫെക്ഷൻ ബാധ വരാൻ സാധ്യതയുണ്ട്. നെക്സ്റ്റ്, എനി ട്രോമ, എന്താണ് എന്തെങ്കിലും ആഘാതങ്ങൾ സംഭവിച്ച പേഷ്യൻസിന് എന്താണ് HAI നോസോകോമിയൽ ഇൻഫെക്ഷൻ വരാൻ സാധ്യത കൂടുതലാണ്. ഇമ്മ്യൂൺ സിസ്റ്റം, എന്താണ് ഇമ്മ്യൂൺ സിസ്റ്റത്തിന് പ്രതിരോധ സംവിധാനത്തിന് എന്തെങ്കിലും ഭീഷണികൾ അല്ലെങ്കിൽ പ്രതിരോധ ശേഷി കുറഞ്ഞ ആളുകൾക്കൊക്കെ എന്താണ് നോസോകോമിയൽ ഇൻഫെക്ഷൻ വരാൻ സാധ്യതയുണ്ട്. ക്ലിയർ ആയോ? ആർക്കൊക്കെയാണ് നോസോകോമിയൽ ഇൻഫെക്ഷൻസ് പെട്ടെന്ന് ബാധിക്കാൻ സാധ്യതയുള്ളത്? പേഷ്യന്റ് ഹോസ്പിറ്റൽ റൂംമേറ്റ്, എന്താണ് ഇൻഫെക്ഷൻ ബാധ ഏറ്റിട്ടുള്ള ഒരു പേഷ്യന്റിന്റെ കൂടെ റൂം ഷെയർ ചെയ്യുന്ന റൂംമേറ്റിന് ഇൻഫെക്ഷൻ ബാധ വരാം. പിന്നെന്താണ് 70 വയസ്സിൽ കൂടുതൽ പ്രായമായ ആളുകൾക്ക് എന്താണ് അവർക്ക് ഇമ്മ്യൂണിറ്റി പവറിലെ പ്രതിരോധ ശേഷി കുറവായിരിക്കും. അപ്പൊ അവർക്ക് എന്താണ് HAI ഹോസ്പിറ്റൽ അക്വയേർഡ് ഇൻഫെക്ഷൻ വരാൻ സാധ്യതയുണ്ട്. നെക്സ്റ്റ് എന്താണ് ആന്റിബയോട്ടിക്സ് ഒരുപാട് നാളായിട്ട് ആന്റിബയോട്ടിക്സ് യൂസ് ചെയ്യുന്ന ആളുകൾക്ക് എന്താണ് ഇമ്മ്യൂണിറ്റി പവർ കുറവായിരിക്കും അല്ലെ. എന്താണ് അവർ ആന്റിബയോട്ടിക് യൂസ് ചെയ്യുന്നത് വഴി എന്താണ് അവരുടെ ശരീരത്തിലുള്ള പ്രതിരോധ ശേഷി എന്താണ് അത് നശിപ്പിച്ചുകൊണ്ടിരിക്കും അല്ലെ. ആ ആന്റിബയോട്ടിക്സ് എന്താണ് കില്ല് ചെയ്തുകൊണ്ടിരിക്കും അവരുടെ ശരീരത്തിലുള്ള പ്രതിരോധ ശേഷിയെ. അപ്പൊ അവർക്ക് എന്താണ് ഇൻഫെക്ഷൻസ് അവരുടെ ശരീരത്തിൽ പെട്ടെന്ന് തന്നെ മൈക്രോബ്സ് അവരുടെ ശരീരത്തിൽ പെട്ടെന്ന് തന്നെ ഏൽക്കാൻ സാധ്യതയുണ്ട്. നെക്സ്റ്റ് എന്താണ് യൂറിനറി കത്തീറ്റർ ഉപയോഗിക്കുന്ന പേഷ്യൻസിന്, പിന്നെ ദീർഘനാളായി ICUയിൽ കഴിയുന്ന ആളുകൾക്ക്. നെക്സ്റ്റ് എന്താണ് പേഷ്യൻസ് കോമ സ്റ്റേജിൽ അല്ലേ, കോമ സ്റ്റേജിൽ കിടക്കുന്ന പേഷ്യൻസിന്. നെക്സ്റ്റ് എന്താണ് വെന്റിലേഷൻ, ബ്രീത്തിങ് അങ്ങനെയുള്ള എന്തെങ്കിലും ഡിഫിക്കൽട്ടീസ് ആയിട്ട് കിടക്കുന്ന പേഷ്യൻസിന്. ഇനി ട്രോമ ആഘാതങ്ങൾ സംഭവിച്ച് കിടക്കുന്ന പേഷ്യൻസിന് എന്താണ് ഇമ്മ്യൂണിറ്റി സിസ്റ്റത്തിന് എന്തിനും ഭീഷണികൾ തകരാറ് അല്ലെങ്കിൽ ഇമ്മ്യൂണിറ്റി സിസ്റ്റം കുറഞ്ഞ പേഷ്യൻസിനൊക്കെ എന്താണ് ഇങ്ങനെയുള്ള ഹോസ്പിറ്റൽ അക്വയേർഡ് ഇൻഫെക്ഷൻസ് പെട്ടെന്ന് തന്നെ വരാൻ സാധ്യതയുണ്ട്. ക്ലിയർ ആയോ അത്? നെക്സ്റ്റ് എടുത്തോട്ടെ മിസ്, സിമ്പിൾ അല്ലേ ഈ ചാപ്റ്റർ. നെക്സ്റ്റ്, മോഡ് ഓഫ് ട്രാൻസ്മിഷൻ. ഏതൊക്കെ രീതിയിൽ ഏതൊക്കെ മാർഗത്തിലൂടെയാണ് ഈ ഹോസ്പിറ്റൽ അക്വയേർഡ് ഇൻഫെക്ഷൻസ് പകരുന്നത്? മോഡ്, രീതി അല്ലെ. എന്താണ് ഹോസ്പിറ്റൽ അക്വയേർഡ് ഇൻഫെക്ഷൻസ് പകരാൻ സാധ്യതയുള്ള രീതികൾ ഏതൊക്കെയാണ്? ഫസ്റ്റ് വൺ, കോണ്ടാക്ട് ഓർ ഹാൻഡ് ഓൺ. മോസ്റ്റ് കോമൺ, സാധാരണയായിട്ട് മോസ്റ്റ് കോമൺ ആയിട്ട് കാണുന്ന എന്താണ് കോണ്ടാക്റ്റിലൂടെ അല്ലെ, എന്താണ് നേരിട്ടുള്ള ബന്ധത്തിലൂടെ അല്ലെ, എന്താണ് അതല്ലെങ്കിൽ കൈവഴിയിലൂടെ ഈ ഹോസ്പിറ്റൽ അക്വയേർഡ് ഇൻഫെക്ഷൻസ് പകരാൻ സാധ്യതയുണ്ട്. കോണ്ടാക്ട് ട്രാൻസ്മിഷൻ ഈസ് ഡിവൈഡഡ് ഇൻടു 2 സബ്ഗ്രൂപ്സ്. കോണ്ടാക്ട് ട്രാൻസ്മിഷൻ, കോണ്ടാക്ട് രീതിയിലെ നേരിട്ടുള്ള ബന്ധത്തിലൂടെ എന്താണ് ഹോസ്പിറ്റൽ അക്വയേർഡ് ഇൻഫെക്ഷൻസിനെ രണ്ടായിട്ട് തരംതിരിക്കുന്നുണ്ട്. ഫസ്റ്റ് വൺ, ഡയറക്റ്റ് കോണ്ടാക്ട് ട്രാൻസ്മിഷൻ. ഫസ്റ്റ് എന്താണ് ഡയറക്റ്റ്, അതായത് നേരെയുള്ള ഒരു കോണ്ടാക്റ്റിലൂടെ പകരുന്നത്, നേരെയുള്ള ബന്ധത്തിലൂടെ പകരുന്നതാണ് ഫസ്റ്റ് വൺ. സെക്കൻഡ്, ഇൻഡയറക്റ്റ്, നേരിട്ടല്ലാതെ എന്താണ് ഹോസ്പിറ്റൽ അക്വയേർഡ് ഇൻഫെക്ഷൻസ് പകരുന്നത്, ട്രാൻസ്മിഷൻ ചെയ്യുന്നത്. ഫസ്റ്റ് ഡയറക്റ്റ് കോണ്ടാക്ട് ട്രാൻസ്മിഷൻ എങ്ങനെയാണ്? ദിസ് കൺസിസ്റ്റ് ഓഫ് എ ഡയറക്റ്റ് സർഫസ് ടു ബോഡി സർഫസ് കോണ്ടാക്ട് ആൻഡ് ഫിസിക്കൽ ഷിഫ്റ്റിംഗ് ഓഫ് മൈക്രോ ഓർഗാനിസംസ് between a host and an infected or colonized, such as when a person turns a patient, gives a bath, or does other patient care jobs that need direct personal contact. എന്താണ്
ഒരു ഇൻഫെക്ഷൻ ബാധയേറ്റിട്ടുള്ള ഒരു പേഷ്യന്റിനെ വേറൊരാള്, ഹോസ്റ്റ് എന്ന് പറയുന്നത് രണ്ടാമത് ഇൻഫെക്ഷൻ ബാധയേൽക്കുന്ന പേഷ്യന്റിനെ പറയുന്നതാണ് ഹോസ്റ്റ്. ആതിഥേയൻ എന്ന് വെച്ചാൽ എന്താണ്? രണ്ടാമത് എന്താ ശരീരത്തില് ഇൻഫെക്ഷൻ ബാധയേറ്റ ഒരാളുടെ കയ്യിൽ നിന്ന് ഇൻഫെക്ഷൻ രണ്ടാമത് സ്വീകരിക്കുന്ന ആളാണ് ഹോസ്റ്റ്. അപ്പൊ എന്താ ഈ ഹോസ്റ്റ് ഈ ഡയറക്റ്റ് ആയിട്ട് ഈ പേഴ്സൺ എന്താണ് കുളിപ്പിക്കുന്നതിലൂടെ, അതല്ലെങ്കിൽ എന്താണ് ആ പേഷ്യന്റിന് ഇൻഫെക്ഷൻ ബാധയേറ്റ പേഷ്യന്റിന് എന്താണ് മാറ്റിക്കിടത്തുകയില്ലേ, എന്താണ് ചെരിച്ച് കിടത്തുക, അവർക്ക് എന്താണ് ഫുഡ് കൊടുക്കുക, അങ്ങനെയുള്ള എന്തെങ്കിലും എന്താണ് ഡയറക്റ്റ് ബോഡിയുമായി ഡയറക്റ്റ് കോണ്ടാക്ട് ചെയ്തിട്ട് എന്താ ഈ മൈക്രോ ഓർഗാനിസംസ് ഇൻഫെക്ഷൻ ബാധയേറ്റ ഒരു പേഷ്യന്റിൽ നിന്ന് രണ്ടാമത്തെ ഹോസ്റ്റിന്റെ ശരീരത്തിലേക്ക് നേരിട്ട് എന്താ ഈ മൈക്രോ ഓർഗാനിസംസ്, ഈ സൂക്ഷ്മാണുക്കള്, ഈ രോഗാണുക്കള് ഏൽക്കുക, മറ്റേ രണ്ടാമത്തെ ഹോസ്റ്റിന്റെ ശരീരത്തിലേക്ക് കയറുക. എന്താണ് ഒന്നില്ലെങ്കിൽ പേഷ്യന്റ് കെയർ ജോബ്സ് അല്ലെ, എന്താണ് പേഷ്യന്റിന്റെ കെയർ ചെയ്യുന്ന സ്റ്റാഫുകൾക്ക് അല്ലെ, പേഷ്യന്റ് കെയർ അസിസ്റ്റൻസ് ജോബ് ചെയ്യുന്ന ആളുകൾക്ക്, അതല്ലെങ്കിൽ എന്താണ് പേഷ്യന്റിന് ഹോസ്പിറ്റലിൽ നിൽക്കുന്ന ബൈസ്റ്റാൻഡർ ഉണ്ടാവും അല്ലെ, റിലേറ്റീവ്സ് ഉണ്ടാവോ? ഉണ്ടാവും. അപ്പൊ എന്താ അവർ ഈ പേഷ്യന്റിനെ സഹായിക്കില്ലേ, എന്താണ് മരുന്ന് കൊടുക്കാൻ സഹായിക്കും, ഫുഡ് കൊടുക്കാൻ സഹായിക്കും, അവരെ ഡ്രസ്സ് ചേഞ്ച് ചെയ്യാൻ സഹായിക്കും, അവരെന്താണ് എണീപ്പിച്ചിരിക്കാനായിട്ട് അല്ലെ. അപ്പൊ എന്താ അവര് നേരിട്ട് ഈ ഇൻഫെക്ഷൻ ബാധയേറ്റിട്ടുള്ള ഒരു പേഴ്സന്റെ ശരീരത്തിൽ അവർ നേരിട്ട് കോണ്ടാക്ട് ചെയ്യണം അല്ലെ, ടച്ച് ചെയ്യാനല്ലേ, ആണോ? സ്കിൻ ടു സ്കിൻ ടച്ച് ചെയ്യാണ് അവരല്ലേ. അപ്പൊ എന്താ ഈ രോഗാണുക്കള് മൈക്രോബ്സ് എന്താണ് ഈ ആതിഥേയന്റെ ഹോസ്റ്റിന്റെ ശരീരത്തിലേക്ക് നേരിട്ട് പ്രവേശിക്കുക. ക്ലിയർ ആയോ? ഇൻഫെക്ഷൻ ബാധയേറ്റിട്ടുള്ള ഒരു പേഷ്യന്റിനെ അവരെന്താണ് ഫുഡ് കൊടുക്കുന്നതിന് വേണ്ടിയിട്ട്, അതല്ലെങ്കിൽ അവരെ കുളിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട്, അവർക്ക് മെഡിസിൻ കൊടുക്കുന്നതിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ എന്താണ് അവരെ ചിരിച്ചു കിടത്താനോ വസ്ത്രം മാറുന്നതിനോ വേണ്ടിയിട്ടൊക്കെ എന്താണ് സ്കിൻ ടു സ്കിന്നില് നേരിട്ട് ശരീരത്തിൽ ടച്ച് ചെയ്യുമ്പോ ഈ രോഗാണുക്കളെ, ഈ ഇൻഫെക്ഷൻസ് രോഗബാധയേറ്റ ആളുടെ ശരീരത്തിൽ നിന്ന് ഹോസ്റ്റിന്റെ ശരീരത്തിലേക്ക് പ്രവേശിക്കുന്നു. ക്ലിയർ ആയോ? ഡയറക്റ്റ് കോണ്ടാക്ട്. ഓക്കെ, നെക്സ്റ്റ് ഇൻഡയറക്റ്റ് കോണ്ടാക്ട് ട്രാൻസ്മിഷൻ. എന്താണ് ഇൻഡയറക്റ്റ് എന്ന് പറയുന്നത്? എന്തായിരിക്കും? ഒന്ന് മെസ്സേജ് ചെയ്തേ. സ്കിൻ ടു സ്കിൻ അല്ലാത്ത രീതിയിൽ അല്ലെ, സ്കിൻ ടു സ്കിൻ ടച്ചിങ് അല്ലാത്ത രീതിയിൽ ഇൻഫെക്ഷൻ ബാധയേൽക്കാം. അതെങ്ങനെയൊക്കെയാണ് ആ ഇൻഫെക്ഷൻസ് ഏൽക്കുക? ഒന്ന് മെസ്സേജ് ചെയ്തേ. നീഡിൽസ് വഴി അല്ലേ? നീഡിൽസ് വഴി, ചുമക്കുമ്പോഴോ, ഗ്ലൗസ് വഴി, പിന്നെ എന്താണ് കണ്ടാമിനേറ്റഡ് ആയ ഇൻസ്ട്രുമെന്റ്സ് അല്ലെ, എക്യുപ്മെന്റ്സുകൾ, ഈ ഇൻഫെക്ഷൻ ബാധയേറ്റിട്ടുള്ള വേസ്റ്റുകൾ, ഇൻഫെക്ഷൻ ബാധയേറ്റിട്ടുള്ള ഒരാളുടെ ശരീരത്തിൽ ഉപയോഗിച്ച എക്യുപ്മെന്റ്സുകൾ എന്താണ് വേറൊരാളുടെ ശരീരത്തിൽ യൂസ് ചെയ്യുക. അതല്ലെങ്കിൽ എന്താണ് ബ്ലഡില് അല്ലെ, എന്താണ് ബ്ലഡില് പടർന്നിട്ട് ആ ബ്ലഡ് ഉണങ്ങി അവിടെ എന്താണ് ഇയാളെ ടച്ച് ചെയ്യാനോ, ഈ ഇൻഫെക്ഷൻ ബാധയേറ്റ ആളുടെ ശരീരത്തിൽ നിന്ന് പോയ ബ്ലഡിന് ടച്ച് ചെയ്യാനൊക്കെ ഉണ്ടെങ്കിൽ എന്താണ് മറ്റൊരാൾക്ക് പകരാൻ സാധ്യതയുണ്ട്. നെക്സ്റ്റ് നോക്കിയെന്ന്, this consists of contact of susceptible host with a tainted intermediate object like contaminated instrument, needles or dressings or tainted gloves that are not changed between patients, tainted surface by needles, dried blood that transmits hepatitis B or C. ഹെപ്പറ്റൈറ്റിസ് ബി ഓർ സി എന്ന് പറഞ്ഞാൽ എന്താണ്? കരൾവീക്കാണ് ഹെപ്പറ്റൈറ്റിസ്. 5 ടൈപ്പ് ഹെപ്പറ്റൈറ്റിസ് ഉണ്ട്. കരൾവീക്ക്, ലിവർ ഫെയിലിയർ ഉണ്ട്, ലിവർ ഇൻഫെക്ഷൻസ് ഉണ്ട്. അതില് ബിയും സിയും, ഹെപ്പറ്റൈറ്റിസ് ബി ആൻഡ് സി എന്താണ് ബോഡി ഫ്ലൂയിഡ്സിൽ കൂടെ പകരുന്ന ഹെപ്പറ്റൈറ്റിസ് ആണ്. ബാക്കിയുള്ളത് എന്താണ് ഫുഡിലൂടെയൊക്കെ പകരുന്നതാണ്. ക്ലിയർ ആയോ? അപ്പൊ എന്താ ഈ ഹെപ്പറ്റൈറ്റിസ് ബി ആൻഡ് സി എന്താണ് മറ്റുള്ള ആളുകൾക്ക് എന്താണ് രോഗബാധിതയായ ആളുടെ ശരീരത്തിലുള്ള ഫ്ലൂയിഡ്സുകളോ ബ്ലഡുകളോ, അതല്ലെങ്കിൽ എന്താണ് അവരെ ശരീരത്തിൽ വെച്ച നീഡിൽസ് അല്ലെ,
മഞ്ഞ കരൾ വീക്കം, ലിവർ ഇൻഫെക്ഷൻ. അപ്പൊ എന്താണ് അവരുടെ ശരീരത്തിൽ വെച്ച എന്താണ് സിറിഞ്ചുകൾ യൂസ് ചെയ്യുമ്പോ എന്താണ് അതുമ്പോ ബ്ലഡിന്റെ അംശങ്ങൾ അല്ലെ അതൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അപ്പൊ അതെന്താണ് രണ്ടാമത് ഒരാളുടെ ശരീരത്തിൽ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ എന്താണ് രണ്ടാമത് വേറൊരാൾക്കും ഈ അസുഖങ്ങള് വരും. ദിസ് കൺസിസ്റ്റ് എന്താണ് അണുബാധയേറ്റിട്ടുള്ള സസ്റ്റബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അണുബാധയേറ്റ വിധേയനായിട്ടുള്ള എന്താണ് അണുബാധയേറ്റിട്ടുള്ള ഒരാളുടെ ശരീരത്തിൽ ഉപയോഗിച്ച എന്താ ഇൻസ്ട്രുമെന്റ്സ്, കണ്ടാമിനേറ്റഡ് ആയിട്ടുള്ള ഇൻസ്ട്രുമെന്റുകള്, എക്യുപ്മെന്റ്സുകള്, നീഡിൽസുകള്, സൂചികള്, പിന്നെ എന്താണ് ഡ്രസ്സിങ്ങുകൾ അല്ലെ, എന്താണ് ഡ്രസ്സുകൾ അല്ലെ, എന്താണ് ഹോസ്പിറ്റൽ ഡ്രസ്സുകളൊക്കെ ഉണ്ടാവും, അങ്ങനെയുള്ള ഡ്രസ്സുകള്, പിന്നെന്താണ് ഓർട്ടൈൻഡ് എന്താണ് ഗ്ലൗസ് അല്ലെ, ഇപ്പൊ ഹോസ്പിറ്റലിലെ ഡോക്ടർ അല്ലെങ്കിൽ നഴ്സുമാർ യൂസ് ചെയ്യുന്ന ഗ്ലൗസുകൾ എന്താണ് ഈ അസുഖബാധയേറ്റിട്ടുള്ള ഒരാളെ ശരീരത്തിൽ തൊടുന്നതിന് വേണ്ടിയിട്ട്, അവരെ ടച്ച് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ അവരെ ബെഡ്ഷീറ്റുകൾ, അവര് ബ്ലഡ് എടുക്കുന്നതിന് വേണ്ടിയിട്ടൊക്കെ അവർ യൂസ് ചെയ്ത ഗ്ലൗസുകൾ എന്താണ് വേറൊരാളുടെ ശരീരത്തിലേക്ക് അല്ലെ ടച്ച് ചെയ്യുമ്പോ അവരുടെ ശരീരത്തില് ബ്ലഡ് കയറ്റുന്നതിന് വേണ്ടിട്ടോ അല്ലെങ്കിൽ ഇഞ്ചക്ഷന് വേണ്ടിയിട്ടൊക്കെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ എന്താണ് അത് ഇയാളുടെ ശരീരത്തിൽ നിന്ന് മറ്റാളുടെ ശരീരത്തിലേക്ക് പകരാനുള്ള സാധ്യതയുണ്ട്. ടൈനഡ് സർഫസ് ബൈ നീഡിൽസ്, അതായത് അണുബാധയേറ്റിട്ടുള്ള നീഡിൽസിന്റെ സർഫസിൽ നിന്ന് ഡ്രൈഡ് ബ്ലഡ് ദാറ്റ് ട്രാൻസ്മിറ്റ് എന്താണ് അണുബാധ ഏറ്റിട്ടുള്ള എന്താണ് ബ്ലഡുകൾ ഉണങ്ങിയ പ്രതലത്തിൽ നിന്ന് അല്ലെ. ഇപ്പൊ എന്താണ് ഇപ്പൊ ബ്ലഡ് ഒക്കെ എടുക്കുമ്പോ ചിലപ്പോ എന്താണ് ഒരാളുടെ ശരീരത്തിൽ നിന്ന് ബ്ലഡ് എടുക്കുമ്പോ എന്താണ് ഒരു തുള്ളി 2 തുള്ളിയൊക്കെ അവിടെ വീണ് പോകാം അല്ലെ, വീണ് പോകാൻ ചാൻസ് ഉണ്ടോ? വീണ് പോകാനുള്ള ചാൻസ് ഒക്കെ ഉണ്ട്. അപ്പൊ എന്താണ് അത് അവിടെ കിടന്ന് ഉണങ്ങിയിട്ട് വേറെ ഒരാൾ വന്ന് എന്താണ് ആ ബ്ലഡ് ഒന്ന് ടച്ച് ചെയ്താൽ മതി അല്ലെ, മതിയോ? ഒന്ന് ടച്ച് ചെയ്യുമ്പോ എന്താണ് രണ്ടാമത് ആ ടച്ച് ചെയ്യുന്ന ആൾക്കും ഈ അസുഖങ്ങൾ വരാൻ സാധ്യതയുണ്ട്. ക്ലിയർ ആയോ? നേരിട്ടല്ലാത്ത രീതിയിൽ ഇൻഡയറക്റ്റ് ആയി എന്താണ് ബ്ലഡിലൂടെ അല്ലെങ്കിൽ കണ്ടാമിനേറ്റ് ഇൻഫെക്ഷൻ ബാധ ഏറ്റിട്ടുള്ള ഒരാൾ ഉപയോഗിച്ച ഗ്ലൗസുകള്, അതല്ലെങ്കിൽ അയാൾ ഉപയോഗിച്ച ഡ്രസ്സിലൂടെ, അല്ലെങ്കിൽ അയാൾ ഉപയോഗിച്ച ഇൻസ്ട്രുമെന്റ്സ്, അതല്ലെങ്കിൽ നീഡിൽസ് ഒക്കെ എന്താണ് വേറൊരാളിൽ കൂടി ഉപയോഗിക്കുമ്പോ എന്താണ് വേറൊരാൾക്കും കൂടി ആ ഇൻഫെക്ഷൻസ്, ആ നോസോഫോമിയൽ ഇൻഫെക്ഷൻ വരാൻ സാധ്യതയുണ്ട്. ക്ലിയർ ആയോ? ഫസ്റ്റ് വൺ ഡയറക്റ്റ് കോണ്ടാക്ട്, എന്താണ് സ്കിൻ ടു സ്കിൻ, നേരിട്ട് അല്ലെ അവരുടെ ശരീരങ്ങള് നേരിട്ട് തമ്മിലൊരു ടച്ചിങ് നടക്കുമ്പോ പകരാം. രണ്ടാമത് ഇൻഡയറക്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ് ഇൻഫെക്ഷൻ ബാധയേറ്റിട്ടുള്ള ഒരാളുടെ ശരീരത്തിൽ ഉപയോഗിച്ച ഗ്ലൗസുകള്, സിറിഞ്ചുകള്, ഇൻസ്ട്രുമെന്റുകള്, അതല്ലെങ്കിൽ ഡ്രസ്സുകൾ അല്ലെ, എന്താണ് ലിനൻസ് അല്ലെങ്കിൽ ഹോസ്പിറ്റൽ ഡ്രസ്സ്, അങ്ങനെയുള്ള എന്തൊക്കെ ആയിക്കോട്ടെ അപ്പൊ യൂസ് ചെയ്യുമ്പോൾ എന്താണ് മറ്റൊരാൾക്കും കൂടി ആ ഇൻഫെക്ഷൻ വരാൻ സാധ്യതയുണ്ട്. ക്ലിയർ ആയോ? കോണ്ടാക്ട്, ഫസ്റ്റ് വൺ കോണ്ടാക്ട് ഹാൻഡ് ഓൺ. നെക്സ്റ്റ് ഡ്രോപ്ലെറ്റ് ട്രാൻസ്മിഷൻ. ഡ്രോപ്ലെറ്റ് ട്രാൻസ്മിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഡ്രോപ്ലെറ്റ് എന്ന് പറഞ്ഞാൽ തുള്ളികളിലൂടെ അല്ലെ, എന്താണ് തുള്ളികളിലൂടെ പകരാൻ. എന്ത് തുള്ളികളിലൂടെ ആയിരിക്കും പകരുന്നത്? Transmission noticoda. Transmission happens when droplets that contains microbes from the infected person are pushed a short distance through the air and deposited on the patient's body. എന്താണ് ഇൻഫെക്ഷൻ ബാധയേറ്റിട്ടുള്ള ഒരാള് ചുമക്കുമ്പോഴോ അല്ലെ ബോഡി, it is main from coughing that droplets are generated from the source person and during the performance of certain procedures such as bronchoscopy. എന്താണ് ഒരു ഇൻഫെക്ഷൻ ബാധയേറ്റിട്ടുള്ള ഒരാള് ചുമക്കുമ്പോഴോ അതല്ലെങ്കിൽ തുമ്മുമ്പോഴോ എന്താണ് കൊറോണ തുമ്മുമ്പോഴൊക്കെ എന്താണ് അവർക്ക് ഇങ്ങനെ വായു പൊത്തിപ്പിടിക്കാണ്ടൊക്കെ തുമ്മി കഴിഞ്ഞാൽ എന്താണ് അവര് വായുവിൽ തുമ്മുമ്പോഴും ചുമക്കുമ്പോഴും എന്താണ് തുള്ളികൾ പുറത്തു പോകൂല്ലേ. നമ്മ തുമ്മുമ്പോഴും അറിയാലോ നമ്മുടെ വായുവിൽ കൂടി അല്ലെങ്കിൽ മൂക്കിൽ കൂടിയൊക്കെ തുള്ളികള് പുറത്തു പോകും. അപ്പൊ അതെന്താണ് ഈ വായുവിലെ നമ്മുടെ എയറിൽ കുറച്ചു നേരം ആ അണുക്കൾ എന്ത് ചെയ്യും സ്പ്രെഡ് ചെയ്യും, അന്തരീക്ഷത്തില് നിലനിൽക്കും. അപ്പൊ അതെന്താ വേറൊരാളുടെ ശരീരത്തില് പകരാനുള്ള
സാധ്യത കൂടുതലാണ്. എന്താണ്, നമ്മൾ ചുമയ്ക്കുമ്പോഴോ അല്ലെങ്കിൽ തുമ്മുമ്പോഴോ നമ്മുടെ ശരീരത്തിൽ നിന്ന് പോകുന്ന ഡ്രോപ്ലെറ്റ് തുള്ളികളിൽ കൂടി അണുക്കള് മൈക്രോബ്സുകള് അന്തരീക്ഷത്തില് പടർന്നു നിൽക്കാനുള്ള, കുറച്ചു നേരം അത് സ്പ്രെഡ് ചെയ്ത് നിൽക്കാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പൊ ഇതെന്ത് ചെയ്യും? ഈ പടർന്നു നിൽക്കുന്ന മൈക്രോബ്സുകൾ എന്ത് ചെയ്യും? മറ്റുള്ള വേറൊരാളെ കിട്ടുമ്പോ അയാളുടെ ശരീരത്തിലേക്ക് പ്രവേശിക്കും. അപ്പൊ എന്താ, അയാൾക്കും ഇൻഫെക്ഷൻ ബാധ ഏൽക്കാൻ സാധ്യതയുണ്ട്. പിന്നെ എന്താണ്, ബ്രോങ്കോസ്കോപ്പി പോലെയുള്ള പ്രൊസീജിയേഴ്സ് നടത്തും. എന്താണ്, തുള്ളികള് അവരുടെ വാൽവില് അല്ലെങ്കിൽ ശ്വാസനാളങ്ങളിലേക്ക് എന്താണ് ട്യൂബുകൾ ഇറക്കുന്ന പ്രക്രിയയാണ് അല്ലെ ബ്രോങ്കോസ്കോപ്പി. മിസ് ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ് എടുത്തിട്ടുണ്ട്, ഓർമ്മയുണ്ട? ബ്രോങ്കോസ്കോപ്പി, എൻഡോസ്കോപ്പി, ട്രാങ്കിയോസ്റ്റമി ഒക്കെ പറഞ്ഞു തന്നിട്ടുണ്ട്, ഓർമ്മയുണ്ട? ഓക്കെ. അപ്പൊ വാൽവുകള് അതല്ലെങ്കിൽ ശ്വാസകോശങ്ങളൊക്കെ ചെക്ക് ചെയ്യാൻ വേണ്ടി പരിശോധിക്കാൻ വേണ്ടി നടത്തുന്ന പ്രൊസീജിയർ ആണ് ബ്രോങ്കോസ്കോപ്പി. അപ്പൊ അങ്ങനെയുള്ള ചെറിയ ട്യൂബുകളൊക്കെ ഇടുമ്പോൾ എന്താണ്, അതിൽ കൂടി തുള്ളികൾ അല്ലെ ഉമിനീരുകൾ അല്ലെങ്കിൽ എന്തെങ്കിലും ഫ്ലൂയിഡുകളൊക്കെ എന്താണ് പറ്റാനും ഇതാവാനൊക്കെ സാധ്യതയുണ്ട്. അപ്പൊ അതിൽ കൂടി ബ്രോങ്കോസ്കോപ്പി പ്രൊസീജിയേഴ്സിന്റെ ഭാഗമായിട്ടും എന്താണ്, ഇങ്ങനെ ഡ്രോപ്ലെറ്റിലൂടെ തുള്ളികളിലൂടെ ഇൻഫെക്ഷൻ പകരാൻ സാധ്യതയുണ്ട്. ക്ലിയർ ആയോ അത്? നെക്സ്റ്റ്, എയർബോൺ ട്രാൻസ്മിഷൻ. എന്താണ്, വായുവിലൂടെയുള്ള പ്രക്ഷേപണം. എന്താണ്, വായുവിലൂടെ പകരുന്നത്. Dissemination can be either airborne droplet nuclei, a small particle residue of droplet that contain microorganism which remain suspended in the air for long period of time, or dust particles that contain the infection agent. എന്താണ്, നമ്മുടെ എയറിലുള്ള ഡ്രോപ്ലെറ്റില്, എയറിലുള്ള കണികകളിൽ അല്ലെങ്കിൽ ഡസ്റ്റ് പാർട്ടിക്കിൾസിൽ എന്താണ് പൊടിപടലങ്ങളിലൊക്കെ എന്താണ് ഒരുപാട് നേരം മൈക്രോ ഓർഗാനിസംസ്, ഇൻഫെക്ഷൻസ്, മൈക്രോബ്സുകള് നിലനിൽക്കാനുള്ള ചാൻസസ് കൂടുതലാണ്. അപ്പൊ ഇതിന്റെയും മറ്റുള്ള ആളുകളുടെ ശരീരത്തിലേക്ക് പ്രവേശിച്ചിട്ട് അവർക്കും ഇൻഫെക്ഷൻ ബാധയേൽക്കാൻ സാധ്യതയുണ്ട്. കോൾഡ് അല്ലെ, ഓക്കെ. വൈറൽ ഫീവർ ഒക്കെ വരുമ്പോ അല്ലെ, ആണോ? ഓക്കെ. എയർബോൺ എന്താണ്, വായുവിൽ കൂടി അസുഖങ്ങള് പകരുന്നത്. നെക്സ്റ്റ്, കോമൺ വെഹിക്കിൾ ട്രാൻസ്മിഷൻ. കോമൺ ആയിട്ട് വെഹിക്കിൾ എന്ന് ഉദ്ദേശിക്കണം വെഹിക്കിൾ അല്ല, വണ്ടി അങ്ങനെയുള്ളതല്ല. വായുവിലൂടെയുള്ള കോമൺ വെഹിക്കിൾ ട്രാൻസ്മിഷൻ. വെഹിക്കിൾ എന്ന് ഉദ്ദേശിക്കുന്നത് ഇവിടെ ഏജൻസ് എന്നാണ് കേട്ടോ, എന്തെങ്കിലും ഒബ്ജക്ട്സ് ഒക്കെയാണ് കോമൺ വെഹിക്കിൾ ട്രാൻസ്മിഷൻ. This applies to microorganisms transmitted to the host by contaminated items. എന്താണ്, ഹോസ്റ്റിന് രണ്ടാമത് ആദ്യത്തെയും എന്താണ് ഇൻഫെക്ഷൻ ഇൻഫെക്ഷൻ ഏറ്റിട്ടുള്ള, അതായത് കണ്ടാമിനേറ്റ് ആയിട്ടുള്ള ഐറ്റംസിൽ നിന്ന് എന്താണ്, ഫുഡിൽ നിന്ന്, വാട്ടറിൽ നിന്ന്, മെഡിക്കേഷൻസിൽ നിന്ന്, എന്താണ് മരുന്നുകളിൽ നിന്ന്, ഡിവൈസസ് അതായത് എക്യുപ്മെന്റ്സുകള്, ഒബ്ജക്റ്റീവ്സ്, അങ്ങനെ ഡിവൈസുകളിൽ നിന്ന് എക്യുപ്മെന്റ്സുകളിൽ നിന്നൊക്കെ എന്താണ് അണുക്കള് മൈക്രോബ്സുകള് വേറൊരാളുടെ ഹോസ്റ്റിന്റെ ശരീരത്തിലേക്ക് പ്രവേശിക്കുന്നത്. ക്ലിയർ ആയോ? ഇൻഫെക്ഷൻ ബാധയേറ്റിട്ടുള്ള ഫുഡിൽ നിന്നോ, അതല്ലെങ്കിൽ വെള്ളത്തിൽ നിന്നോ, അതല്ലെങ്കിൽ മരുന്നുകളിൽ നിന്നോ, അതല്ലെങ്കിൽ വെള്ളം, മഞ്ഞപ്പിത്തം അങ്ങനെയുള്ളത്, ഡയറിയ അല്ലെ, അതൊക്കെ എന്താണ് വെള്ളത്തിൽ കൂടിയൊക്കെ പകരും അല്ലെ. അപ്പൊ പിന്നെ എലിപ്പനി ആണോ, വെള്ളത്തിൽ കൂടി പകരാൻ സാധ്യതയുണ്ടല്ലേ. അപ്പൊ എന്താണ് വാട്ടർ, മെഡിക്കേഷൻസ്, മരുന്നുകളിൽ നിന്ന്, അതല്ലെങ്കിൽ എന്താണ് ഡിവൈസുകളിൽ നിന്ന്, ഒബ്ജക്റ്റീവ്സുകളിൽ നിന്ന് അല്ലെ, അതിന്റെ എക്യുപ്മെന്റ്സുകളിൽ നിന്നൊക്കെ എന്താണ് ഒരാളിൽ നിന്ന് ഇൻഫെക്ഷൻ ബാധയേറ്റിട്ടുള്ള ഒരാളിൽ നിന്ന് മറ്റൊരാൾക്ക് ഹോസ്റ്റിന് ഈ നോസോകോമിയൽ ഇൻഫെക്ഷൻ വരാൻ സാധ്യതയുണ്ട്. നെക്സ്റ്റ്, വെക്ടർ ബോൺ ട്രാൻസ്മിഷൻ. വെക്ടർ ബോൺ എന്ന് പറഞ്ഞാല് ലിവിങ് ഓർഗാനിസംസ്. ലിവിങ് ഓർഗാനിസംസ് എന്ന് പറയുന്നതാണ് വെക്ടർ ബോൺ. പിന്നെ ഇതെന്താണ്, this occurs when such as mosquitoes, flies,
റാറ്റ്സ് ആൻഡ് അതർ വെർമിൻ ട്രാൻസ്മിറ്റ് മൈക്രോ ഓർഗാനിസംസ്. എന്താണ് മൈക്രോ ഓർഗാനിസംസ് എങ്ങനെയാണ് പകരുന്നത്? മൈക്രോബ്സുകള് എങ്ങനെയാണ് പകരുന്നത്? മോസ്കിറ്റോസിലൂടെ, കൊതുകിൽ കൂടി. ചിക്കൻ ഗുനിയ, ഡെങ്കിപ്പനിയിലെ ഡെങ്കിപ്പനി ചിക്കൻ ഗുനിയൊക്കെ എന്താണ് മോസ്കിറ്റോസിൽ കൂടി പകരുന്നതാണ് അല്ലെ. ഫ്ലൈസുകളിൽ നിന്ന്, ഈച്ചയിൽ കൂടി പകരുന്നത്. അതല്ലെങ്കിൽ റാറ്റ്സ്, എലികളിൽ നിന്ന് അല്ലെ. പിന്നെന്താണ് അതർ വെർമിൻ, എന്താണ് മറ്റു കീടങ്ങളിൽ നിന്ന് ഒക്കെ എന്താണ് മൈക്രോബ്സുകള്, കീടാണുക്കൾ, അണുക്കൾ എന്താണ് പകരാൻ നിപ്പ വൈറസ് ഒക്കെ എന്താണ് ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് പകരുന്നു, ട്രാൻസ്മിറ്റ് ചെയ്യുന്നു. ക്ലിയർ ആയോ? മോഡ് ഓഫ് ട്രാൻസ്മിഷൻ. ഇത്രയും ഭാഗം ക്ലിയർ ആയോ? മിസ് എടുത്തത് ഇന്നെടുത്ത ഭാഗം. വെഹിക്കിൾ മീൻസ് ഏജൻസ്, അതല്ലെങ്കിൽ ഒബ്ജക്ട്സ്. ക്ലിയർ ആയോ? മിസ് ഇത്ര എടുത്തത് എന്നെടുത്തത്. ആദ്യം എന്താ പറഞ്ഞേ? സിംറ്റംസ് എന്തൊക്കെയാണ്? ബോൺ എന്ന് പറഞ്ഞാൽ ഓർഗാനിസംസ്, ഓർഗാനിസംസ്. എന്തൊക്കെയാണ് സിംറ്റംസ് അല്ലെ? സിംറ്റംസ് പറഞ്ഞു. എന്തൊക്കെയാണ്? ഡിസ്ചാർജ്, മുറിവിലുള്ള എന്താണ് പസ്തുകള്, അതല്ലെങ്കിൽ എന്താണ് പഴുപ്പുകളൊക്കെ വരുന്നത്. പിന്നെ ഫീവർ, കഫ്, പിന്നെ ഹെഡ് ഏക്ക്, പിന്നെ വോമിറ്റിംഗ് ടെൻഡൻസി, വോമിറ്റിംഗ്, ഡയേറിയ. നെക്സ്റ്റ് എന്താണ്? സോഴ്സസ് എന്തൊക്കെയാണെന്ന് പഠിച്ചില്ലേ. പിന്നെ എന്താണ് ആർക്കൊക്കെയാണ് HAI അല്ലെ, നോസോകോമിയൽ ഇൻഫെക്ഷൻസ് വരാൻ സാധ്യത കൂടുതലുള്ള ആളുകൾ ആരൊക്കെയാണ്? നെക്സ്റ്റ് എന്താണ്? മോഡ് ഓഫ് ട്രാൻസ്മിഷൻ, ഡയറക്റ്റ് അല്ലെ, ഇൻ കോണ്ടാക്റ്റിലൂടെ, അതല്ലെങ്കിൽ ഡ്രോപ്ലെറ്റ് ട്രാൻസ്മിഷനിലൂടെ, എന്താണ് തുള്ളികളിലൂടെ അല്ലെ. എന്താണ് പിന്നെ എയർബോൺ ട്രാൻസ്മിഷനിലൂടെ, എന്താണ് വായുവിൽ കൂടി അല്ലെ. പിന്നെ എന്താണ് കോമൺ വെഹിക്കിൾ, എന്താണ് എന്തെങ്കിലും ഒബ്ജക്റ്റീവ്സിലൂടെ, അല്ലെങ്കിൽ എന്തെങ്കിലും വസ്തുക്കളിലൂടെ അല്ലെ. അതല്ലെങ്കിൽ എന്താണ് വെക്റ്റർ ബോൺ ട്രാൻസ്മിഷൻ, എന്താണ് ലിവിങ് ഓർഗാനിസംസിലൂടെയൊക്കെ എന്താണ് മൈക്രോ ഓർഗാനിസംസ് ഇൻഫെക്ഷൻസ് ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് പടരാൻ സാധ്യതയുണ്ട്. ക്ലിയർ ആയോ? മിസ് അടുത്ത ഭാഗം. ഓക്കെ, അപ്പൊ ഇന്നത്തെ ക്ലാസ് വൈൻഡ് അപ്പ് ചെയ്യാം. നെക്സ്റ്റ് ക്ലാസ്സിൽ ബാക്കി എടുക്കാം. ഇന്ന് മിസ് ക്ലാസ്സിൽ കയറിയപ്പോ കുറച്ച് പേരുണ്ടായിരുന്നു, 43 പേരുണ്ടായിരുന്നു. മിസ് ക്ലാസ് കണ്ടിന്യൂ ചെയ്ത് പകുതിയായപ്പോഴത്തേക്കും കുറച്ച് പേരൊക്കെ പോയി. എന്ത് പറ്റി? ബോറാവുന്നുണ്ടോ ക്ലാസ്? ബോറടിച്ചിട്ടാണ് എല്ലാവരും പോകുന്നേ? അല്ല മാം, നല്ല രീതിയിൽ തന്നെ ക്ലാസ് എടുക്കുന്നുണ്ട്. 43 പേരെന്തോ ഉണ്ടായിരുന്നു, ക്ലാസ് എടുത്ത് പകുതിയായപ്പോ 36 പേരായി. ഓക്കെ അല്ല, താങ്ക് യു ഓൾ. താങ്ക് യു മാം.